بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وسلم وبارك وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلى ذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി വലൗ നതഖ ബിനദ്മിൽ ഖുർആനി, അതായത് നേരത്തെ പറഞ്ഞ എന്താണ്, ഒരക്ഷരം അല്ലെങ്കിൽ രണ്ടക്ഷരം, മുഫഹിമായ ഒരക്ഷരം അല്ലെങ്കിൽ രണ്ടക്ഷരം ഉച്ചരിച്ച സംസ്കാരം ബാത്തിലാവെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ചിലതെല്ലാം എന്താണ് ബാത്തിലാകാത്തുണ്ട് പറഞ്ഞ്, ആ കൂട്ടത്തിൽ ചിലത് അനിയും പറയുന്നു. വലൗ നതഖ ബിനദ്മിൽ ഖുർആൻ, ഖുർആന്റെ നദ്മ് അതിനെ ഉച്ചരിച്ചു. എങ്ങനെ നദ്മ് ഉച്ചരിച്ച? ബി ഖസ്ദി തഫ്ഹീമി, ഒരു ആളിനൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉച്ചരിച്ചത്. ഇതുപോലെയൊക്കെ ഖുദിൽ കിതാബ എന്ന് പറഞ്ഞു. ഇൻ ഖസദമാഹു ഖിറാഅത്തൻ ലം തബ്തുൽ ഇല്ലാ ബത്തലത്ത് എന്നാ. അപ്പം ആ തഫ്ഹീമോടുകൂടെ ഖിറാഅത്ത് ഖുർആൻ ഓതാനും കൂടെ ഉദ്ദേശിച്ചാൽ ബാത്തിലാവില്ല, ഇല്ലെങ്കിൽ ബാത്തിലാകും എന്ന് പറഞ്ഞു. അപ്പോൾ ലൗ നതഖ ബിനദ്മിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ, നമ്മളീ പദം എന്ന് പറഞ്ഞാൽ വാചകം, വചനം എന്ന് പറയുന്നതിന് നദ്മ് എന്നാ പറയുക. അവിടെ ലഫ്ള് എന്ന് ഖുർആനെ പറയുമ്പോൾ പറയാതിരിക്കലാണ് അദബ്. കാരണം ലഫള എന്ന് പറഞ്ഞാൽ എന്താണ്, തറക്ക എന്നല്ലേ, അൽക്ക എന്നൊക്കെയാണ്, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണല്ലോ ലഫള എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഒരു തെർക്കിൻ്റെ മാനയിലുള്ളത് കൊണ്ട്, ഇൽക്കാൻ്റെ മാന ഉള്ളത് കൊണ്ട് അത് പറയാതിരിക്കൽ അദബ് എന്ന് ജമ്മിലൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നദ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞു, അതായത് അതിൻ്റെ വചനം, വാചകം, ഖുർആൻ്റെ വാചകം ഉച്ചരിച്ചു. അല്ലെങ്കിൽ ഔബി ദിക്രിൻ ആഖറ, അല്ലെങ്കിൽ വേറെ ദിക്റാണ് ഉച്ചരിച്ചത്, ഖുർആൻ തന്നെ ആവണമെന്നില്ല. കമാ ഷമിലഹു കലാമു അസ്ലിഹി, അസ്ലിൻ്റെ കലാം അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മുഹററിൻ്റെ കലാമ് ദിക്റുൻ ആഖർ എന്നതും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ബി ഖസ്ദി തഫ്ഹീമി, എങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക ഒരാളിന്. ഖൗലിഹി ലിമൻ ഇസ്തഅ്ദനഹു ഫി അഖദി ഷൈഇൻ ഔ ദുഖൂലിൻ, ഒരു സാധനം എടുക്കാൻ സമ്മതം ചോദിച്ചു. ഇയാൾ നിസ്കരിക്കുക, അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഇയാളെ ഫോൺ എടുക്കാമെന്ന്, എടുത്തോട്ടേന്ന് ചോദിച്ചു, പെണ്ണ് എടുത്തോട്ടേന്ന് ചോദിച്ചു, അല്ലെ വേറെ എന്തെങ്കിലും എടുത്തോട്ടേന്ന് നിസ്കരിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇയാൾ മറുപടിയായിട്ട് സമ്മതം എന്ന നിലക്ക് എടുത്തോളുക എന്ന ആ തഫീമിന് വേണ്ടി എന്തോതി? യാ യഹ്യ ഖുദിൽ കിതാബ് എന്ന് പറഞ്ഞ ആ ഖുർആന്റെ വചനം ഉച്ചരിച്ചു. അഖദി ഷൈഇൻ, ഒരു സംഗതി എടുക്കാൻ സമ്മതം ചോദിച്ചു. ഔ ദുഖൂലിൻ എന്നാണ്, അല്ലെങ്കിൽ കടക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു, വീട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്, വാതിലിൽ വന്നപ്പോൾ ഇയാളവിടെ നിസ്കരിക്കുന്നുണ്ട്, അപ്പോൾ കടക്കട്ടെ എന്ന് ചോദിച്ചു നിസ്കരിക്കുന്ന ആളോട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ദുഖുലൂഹ ബിസലാമിൻ എന്ന ഖുർആന്റെ വചനം മോദി. അങ്ങനെയാണ് അത് ഓരോന്നോരോന്നിലേക്ക് ലഫ് നശ്ർ മുറത്തബായിട്ട്. ഒക്കെ തംബീഹി ഇമാമിഹി എന്ന പോലെ തന്നെ ഇമാമിനെ തംബീഹാക്കും പോലെ, വൈരിഹി അല്ലെങ്കിൽ ഇമാമല്ലാത്ത മറ്റൊരാളെ തംബീഹാക്കും പോലെ. പിന്നെ അപ്പം തഫ്ഹീം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ, ഇമാമിന് തംബീഹാക്കുക എന്ന് പറഞ്ഞാൽ ഇമാമിന് എന്ത് ചെയ്തു? തെറ്റുപറ്റി, അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലേ, അതൊരു ദിക്റാണല്ലോ. അങ്ങനെ അല്ലെ, ഇമാം അല്ലാത്ത മറ്റൊരാളിനെ തംബീഹാക്കാൻ വേണ്ടി. പിന്നെ വക്കൽ ഫത്ഹി, മറ്റൊരാളെ തംബീഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അമയായ ആള് അവിടെ ഒരു എന്താണ് ചുമരുമ്മ ചെന്ന് ഇടിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തുമേലും തട്ടി വീഴാൻ പോകുന്നുണ്ട്, തടഞ്ഞു വീഴാൻ പോകും മുന്നോട്ട് നടന്നാൽ. അപ്പം എന്തെങ്കിലും ഒന്ന് തംബീഹാക്കണം, അതിനൊരു ദിക്റിയല്ലേ. പിന്നെ അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ വചനം ഓതി. വക്കൽ ഫത്ഹി അലൈഹി എന്ന പോലെ തന്നെ
അപ്പൊ എന്താണ് തഫ്ഹീമിന്റെ ഉദാഹരണങ്ങളാണ് കൗലിഹി എന്ന് പറഞ്ഞതും ഒക്കെ തംബീഹി ഇമാമിഹി എന്ന് പറഞ്ഞതും വക്കൽ ഫത്തഹി അലൈഹി ഇമാമിന് തുറന്നു കൊടുക്കും പോലെ. ഇമാമിന് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്നുപോയി, ഓതൽ നിന്നുപോയി, അപ്പൊ ബാക്കി ഓതാൻ കിട്ടുന്നില്ല, അപ്പൊ ബാക്കി ഓതി കൊടുത്തു, അതാ ഫത്തഹ് എന്ന് പറഞ്ഞ. വക്ക തബ്ലീഗി എന്ന പോലെ മൗമൂമിയങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ആ തബ്ലീഗ് ചെയ്യും പോലെ ഇമാമിന്റെ ശബ്ദം എത്തിച്ചു കൊടുക്കുക. ആ തബ്ലീഗ് ആരിൽ നിന്നാണെങ്കിലും ശരി, വലോ മിനൽ ഇമാമി, ഇമാമിൽ നിന്നിട്ടുള്ള തബ്ലീഗ് ആണെങ്കിലും, തബ്ലീഗ് രണ്ട് നിലക്ക് വരും. പിന്നെ ഇമാമിന്റെ തബ്ലീഗ് ഇമാം തന്നെ തബ്ലീഗ് ചെയ്യാണ്. അല്ല, അതെ, വലൂമിനൽ ഇമാമി എന്ന് പറഞ്ഞാൽ ഇമാം തന്നെ തബ്ലീഗ് ആക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇയാൾ ഉറക്കച്ചെല്ലുന്ന സമയത്തെ ആ തഫ്ഹീം മാത്രം ഉദ്ദേശിച്ചു, അങ്ങനെയാ. അപ്പോ തബ്ലീഗ് ആ തഫ്ഹീം, അതായത് ഇന്ത്യക്കാലാത്തിന്റെ തക്ബീർ ഉറക്കച്ചെല്ലും. അപ്പൊ ഉറക്കച്ചെല്ലുമ്പോ എന്തുദ്ദേശിക്കുന്നു, പിന്നെ തഫ്ഹീം, ഞാൻ റുക്കൂഴ് പോന്നു സുജൂദ് പോന്നു എന്നുള്ള കാര്യങ്ങൾ ആ മൗമൂമിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അതിനാ ഉറക്കച്ചെല്ലുന്നതിന്റെ അർത്ഥം. അതായത് ഇമാം തന്നെ നിർവഹിച്ചാലും എന്ന പോലെ ഇമാം ഉറക്കച്ചെല്ലുന്നല്ല, ഇമാം ഉറക്കച്ചെല്ലി അത് കഴിഞ്ഞിട്ട് ഇമാമിന്റെ ശബ്ദം എത്താത്ത സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ഈ ശബ്ദം കേട്ട ഒരാള് സഫിന്റെ ഇടയിൽ നിന്ന് എന്താണ് മൗമൂമിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് ഇമാമിന്റെ തക്ബീറാത്തുകൾക്ക് ശേഷം ഒരു ഉറക്കച്ചെല്ലുമല്ലോ, അതാണ് പിന്നെ രണ്ടാമതുണ്ടാകുന്നത്. അപ്പോ അയാളായാലും ശരി, ആ മുബല്ലിഗ് ആണെങ്കിലും ശരി, ആ ഇമാമാണെങ്കിലും ശരി, തഫ്ഹീം ഉദ്ദേശിച്ചുകൊണ്ട് ഈ ദിക്റ് ചൊല്ലി. കമക്തലാഹു ഇത്ലാഖുഹും, ആ ഇമാമിനെയും എന്താണ് അയിമ്മത്തിന്റെ ഇത്ലാഖ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ മിനൽ ഇമാമി എന്ന് പറഞ്ഞതിന് തെളിവ് പറഞ്ഞതാ. ബൽ ഖാല ബഅദുഹും എന്ന് മാത്രല്ല ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന തബ്ലീഗ ബിദ്അത്തും മുൻകറത്തും ബിത്തിഫാഖില്ല ഇമ്മത്തിൽ അർബഅത്തി. അത് ഇമാമിന്റെ തബ്ലീഗ് അല്ല, നേരത്തെ പറഞ്ഞ വലോ മിനൽ ഇമാമി എന്നല്ല, തബ്ലീഗ് ആ മുബല്ലിഗിന്റെ തബ്ലീഗ്, ഇമാം അല്ലാത്ത വേറൊരാള് തബ്ലീഗ്, അത് ബിദ്അത്തും മുൻകറത്താണ്. ഇപ്പോ ഹൈസു ബലഗൽ മൗമൂമീന സൗത്തുൽ ഇമാമി, ഇമാമിന്റെ ശബ്ദം എത്തുന്നുണ്ട്, അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് നിന്ന് ഒരാൾ പറയല് ബിദ്അത്തും മുൻകറത്താ. ഇമാമിന്റെ ശബ്ദം എത്താത്ത സ്ഥലത്താണ് അത് വേണ്ടത്. ലിഅന്ന സുന്നത ഫീ ഹഖ്ഹിഹി ഹീനഇദിൻ അൻ യതവല്ലാഹു ബിനഫ്സിഹി, കാരണം ഇമാമിന്റെ ശബ്ദം എത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സുന്നത്ത് ഫീ ഹഖ്ഹിഹി, ഇമാമിന്റെ ഹക്കില് സുന്നത്ത്, ഹീനഇദിൻ എന്ന് പറഞ്ഞാല് മൗമൂമിങ്ങൾക്ക് ഇമാമിന്റെ ശബ്ദം എത്തുമെങ്കിൽ അൻ യതവല്ലാഹു, അവൻ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇമാമ് ഹു ആ തബ്ലീഗിനെ ഏറ്റെടുക്കണം, ബിനഫ്സിഹി, അവൻ സ്വന്തം ഏറ്റെടുക്കണം. അപ്പൊ അതുകൊണ്ട് വേറൊരാള് ചെയ്യല് ബിദ്അത്തും മുൻകറത്ത്. അവ മുറാദുഹു ബികൗനിഹി ബിദ്അത്തും മുൻകറത്തുൻ, ഈ ബിദ്അത്തും മുൻകറത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ, അന്നഹു മക്രൂഹുൻ എന്നാണ്. അങ്ങനെ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം കറാഹത്ത് എന്നാണ്. ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി, ചിലര് തെറ്റി മനസ്സിലാക്കിയതിനെതിരായിട്ട്. ഫഅഖദ മിൻഹു, എന്നിട്ട് ആ ബഅദിന്റെ ഖൗലിന്ന് അവർ അഖദ് ചെയ്തു, അന്നഹു ലാ യജൂസു, ഈ തബ്ലീഗ് ജായിസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല. പിന്നെ അപ്പോ ഈ മക്രൂഹായ പണി എന്താണ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏതായാലും എന്താവും, തഫ്ഹീം ഉദ്ദേശിച്ചാണെങ്കിൽ അതിന്റെ കൂടെ എന്താണ് ഖിറാഅത്ത് ഉദ്ദേശിക്കുക, അല്ലെ ദിക്റാവുമ്പോ ദിക്ർ ഉദ്ദേശിക്കുമ്പോ പിന്നെ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ അപ്പൊ ആ വഖത്ത് തബ്ലീഗി എന്ന് പറഞ്ഞതിന് ആ ഒരു തെക്കീതായിട്ട് പറഞ്ഞതാണ് ബൽഖാല ബഅദുഹും, ഇങ്ങനെ പറഞ്ഞൊരു സംഗതിയാ തബ്ലീഗ്. അപ്പൊ ഈ ഖസദ മാഹു ഖിറാഅത്തൻ ലം തബ്തുൽ, ഖിറാഅത്തും കൂടി ഉദ്ദേശിച്ചാൽ ബാത്തിലാവൂല. ലിഅന്നഹു മാ ഖസ്ദിഹി ലാ യഖ്റുജു അനിൽ ഖുർആനിയ്യത്തി, കാരണം പിന്നെ അപ്പൊ ആ ഖിറാഅത്ത് ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ദിക്റോ ഔബി ദിക്റിൻ ആഖർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ദിക്ർ ചൊല്ലുമ്പോ എന്താക്കണം, ദിക്ർ ഉദ്ദേശിക്കണം അല്ലെ. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് രണ്ടും പറയാം, ഖിറാഅത്തുൽ ഖുർആനും ഖിറാഅത്തു ദിക്റും. ദിക്റാവുമ്പോ ദിക്ർ ചെല്ലുക എന്ന ഖിറാഅത്തു ദിക്ർ, ഖുർആൻ ആവുമ്പോ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞ ഖിറാഅത്ത്. അപ്പൊ ബാത്തിലാവൂല. ലിഅന്നഹു മാ ഖസ്ദിഹി, കാരണം ആ എന്താണ് മാ ഖസ്ദിഹി, ഇത് ആ തഫ്ഹീം കരുതലോടുകൂടെ, ലാ യഖ്റുജു അനിൽ ഖുർആനിയ്യത്തി അല്ല.
പിന്നെ മാ ഖസ്ദിഹി എന്ന് പറഞ്ഞാൽ ആ ഖിറാഅത്ത് കരുതലോടുകൂടെ അല്ലേ, ലിഅന്നഹു മാ ഖസ്ദിഹി ആ ഖിറാഅത്ത് കരുതലോടുകൂടെ. അവിടെ ലമീർ മുദക്കറായിട്ടാണ് ഈ നുസ്ഖയിലുള്ളത്. ഖസ്ദിഹ എന്നുള്ള നുസ്ഖ ഉണ്ടെങ്കിൽ അതാ ലാഹിർ. ആ ഖിറാഅത്ത് കരുതലോടുകൂടെ ലാ യഖ്റുജു അനിൽ ഖുർആനിയ്യത്തി, പിന്നെ അത് ഖുർആനാകുക എന്നതിനെ തൊട്ട് ഖാരിജാകുന്നില്ല, അത് ഖുർആനായി ബാക്കിയാകും, ഖുർആൻ തന്നെയാണ്. എന്തുകൊണ്ട് ഖാരിജാകുന്നില്ല? ബിലമ്മി ഗൈരിഹി, പിന്നെ മാ ഖസ്ദിഹി എന്ന് പറഞ്ഞെടുത്ത് ഖിറാഅത്ത് എന്നല്ല ഖുർആൻ എന്ന് ഷർവാനി ലമീർ ഉണക്കി, അപ്പം മുദക്കറാകാം. ഖുർആൻ മാ ഖസ്ദിഹി ലാ യഖ്റുജു അനിൽ ഖുർആനിയ്യത്തി, എന്ത് കാരണത്താൽ ഖാരിജാകുന്നില്ല? ബിലമ്മി ഗൈരിഹി, ആ ഖുർആൻ അല്ലാത്തതിനെ എന്താണ് ചേർക്കുക, ഇലൈഹി ഖുർആനിലേക്ക്. ഖസ്ദിഹി ഇലൈഹി എന്ന് പറഞ്ഞാൽ രണ്ടും ഖുർആനിലേക്ക്. ഫഹുവ, അപ്പൊ അങ്ങനെ ഖുർആൻ തന്നെയാണ്. അപ്പൊ നിസ്കാരത്തിൽ എന്ത് ചെയ്യാം? ഖുർആനും ദിക്റും ഒക്കെ ചെല്ലാലോ. അങ്ങനെ ഫഹുവ കമാലോ ഖസ്ദൽ ഖുർആന വാഹിദഹു, അപ്പൊ അത് ഏതുപോലെ തന്നെ ഖുർആൻ മാത്രം എന്താണ് കരുതും പോലെ തന്നെയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ലുഗത്തിൽ പറഞ്ഞാല് ഖിറാഅത്ത് എന്നല്ലേ, മസ്തറല്ലേ. അപ്പൊ ഈ ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ ഖസ്ദിഹി ഇലൈഹി എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാ അല്ല, ഖസ്ദിഹി എന്നും ഇവിടെ ഖസ്ദിൽ ഖുർആനി വാഹിദഹു എന്ന് പറഞ്ഞതിന്റെ ആ ഖുർആന് ഖിറാഅത്ത് എന്നർത്ഥം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് എന്നല്ലേ. പിന്നെ ബിലമ്മി ഗൈരിഹി ഇലൈഹി എന്ന് പറഞ്ഞത് ഖുർആന്, പിന്നെ അത് ഖുർആനാകുക എന്നതിൽ നിന്ന് ഖാരിജാകുന്നില്ല. വയില്ല, അപ്പൊ അത് ഖുർആൻ മാത്രം കരുതും പോലെയാണ്, ഇത് കൂടിയാലും കുഴപ്പമില്ല. വയില്ല യഖ്സിദു മഅഹു ഖിറാഅത്തൻ, അപ്പൊ ആ തഫ്ഹീമിന്റെ കൂടെ ഖിറാഅത്തും കൂടി കരുതിയില്ലെങ്കിലോ? ഖിറാഅത്തും കൂടി കരുതാതിരിക്കുക എങ്ങനെ? ബിയൻ ഖസദ തഫ്ഹീമ വാഹിദഹു, ഒന്നിൽ തഫ്ഹീമ മാത്രം കരുതി. ഔ ലം യഖ്സിദി തഫ്ഹീമ, അല്ലെങ്കിൽ തഫ്ഹീമിനെ കരുതിയില്ല. വലൽ ഖിറാഅത്ത, ഖിറാഅത്തും കരുതിയില്ല. ആ ഖിറാഅത്ത് കരുതാതിരിക്കുക എന്നുള്ളതേ, തഫ്ഹീം കരുതി അപ്പൊ ഖിറാഅത്ത് കരുതിയില്ല മാത്രമായാല്, അല്ലെ തഫ്ഹീമും ഖിറാഅത്തും കരുതിയില്ല അപ്പോഴും ഖിറാഅത്ത് കരുതുന്നില്ലല്ലോ. അത് അബിയന്നത്തലക്ക, ഒന്നും കരുതാതാണ്ട് ഓതി. ഇവൻ ചോദിച്ചതല്ലേ കയറാന്, അല്ലെങ്കിൽ കിതാബ് എടുക്കാന്, അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ ഇമാമിന് നിലച്ചു പോയപ്പോ, അല്ലെങ്കിൽ എന്താണ് ഈ ഇമാമിന്റെ ഇന്ത്യക്കാലാത്തിന്റെ തക്ബീറുകള് ഇവിടൊക്കെ എന്താണ് ഇത്തിലാക്കാക്കി. അപ്പോ ബിയന്നത്തലക്ക ഇങ്ങനെ ആയാല് പിന്നെ ബത്തലത്ത് എന്നാണ് ആ രണ്ട് രൂപം പറഞ്ഞിട്ട്, ബത്തലത്ത് എന്നാണ്. വയില്ല ബത്തലത്ത് എന്ന് പറഞ്ഞ മത്തനാണല്ലോ അതിന്റെ ബാക്കി. അപ്പൊ വയില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പറഞ്ഞതാ. ഈ രണ്ട് രൂപമാണ്, ഇതല്ലാതെ വരും. അപ്പൊ രണ്ട് രൂപത്തിൽ ബാത്തിലാവില്ല, രണ്ട് രൂപത്തിൽ ബാത്തിലാവും. 4 രൂപ അല്ലേ മൊത്തമുള്ളത്. അതെ. ഇനി അവിടെ ഒരു എഴുത്തിറാളുണ്ട്. ഈ പറഞ്ഞ രണ്ട് രൂപ മത്തിൽ എങ്ങനെ പെടുകയാണ്? വഴുത്തിറാള് ഷുമൂൽ മത്തിനിലി ഹാദിഹി, ഇതിന് അതായത് ഈ ഇത്തിലാക്കാക്കുന്ന രൂപം എങ്ങനെ? ഇത്തിലാക്കാക്കുന്ന രൂപം പിന്നെ വലി സൂറത്ത് ഖസ്ദിൽ ഖിറാഅത്തി വാഹിദഹ എന്ന പോലെ മുഗ്നിയില് എന്താണ് ഖിറാഅത്ത് മാത്രം കരുതുന്ന രൂപം അതിനെയും ഉൾപ്പെടുത്തുന്നതിനെ ഇത്തിറാൾ ചെയ്തിട്ടുണ്ട് എന്ന് മോനി അതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ തുഫേല പറയുന്നില്ല. ഈ ഇത്തിലാക്കിന്റെ രൂപം എങ്ങനെ പെടുത്തുക? തഫ്ഹീം കരുതിയില്ലെങ്കിൽ എന്നല്ലേ അതിന്റെ അർത്ഥം. തഫ്ഹീം കരുതിയില്ല എന്നുണ്ടെങ്കിൽ, ഇല്ല എന്ന് പറഞ്ഞാല് അല്ല, തഫ്ഹീമിന്റെ കൂടെ ഖിറാഅത്ത് കരുതിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാല് തഫ്ഹീം മാത്രം കരുതി എന്നല്ലേ അതിനർത്ഥം വരുള്ളൂ. തഫ്ഹീമും ഖിറാഅത്തും കരുതാത്ത രൂപ ഈ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പെടുക? പെടൂലല്ലോ എന്ന് എഴുത്തിറാള്. ബിയന്നൽ, അതിനെ എഴുത്തിറാൾ ചെയ്തു. ബിയന്നൽ മക്സിമ, മുഖസ്സം എന്ന് ഹർക്കത്തിട്ടിട്ട് അതിന്റെ ആവശ്യമല്ല. മക്സിം, കസമ അക്സിം, മക്സിമും കിസ്മും അല്ലേ. ഖസ്ദു തഫ്ഹീമി, പിന്നെ തഫ്ഹീം ഉദ്ദേശിക്കുക എന്നതാണ്. തഫ്ഹീം ഉദ്ദേശിക്കുക എന്നാണ് നേരത്തെ പറഞ്ഞത്.
എന്നിട്ട് ആ തഫീം ഉദ്ദേശിക്കുന്നതിന്റെ കൂടെ ഖിറാഅത്ത് ഉദ്ദേശിക്കുക. ഇല്ല എന്ന് പറഞ്ഞാല് തഫ്ഹീം ഉദ്ദേശിക്കുന്നതിന്റെ കൂടെ ഖിറാഅത്ത് ഉദ്ദേശിക്കാതിരിക്കുക. അപ്പൊ ഖിറാഅത്ത് ഉദ്ദേശിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഖിസ്മ്. മഖ്സിം ഏതാ? തഫീം ഉദ്ദേശം. തഫീം ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ കൂടെ ഖിറാഅത്ത് ഉദ്ദേശിക്കാതിരിക്കുക. ഇങ്ങനെ രണ്ട് ഖിസ്മല്ലേ? മഖ്സിം ഇൻഖസദ തഫ്ഹീമ എന്ന് നേരത്തെ പറഞ്ഞ അതല്ലേ എന്ന്. ഫലാ യശ്മലു ഖസ്ദൽ ഖിറാഅത്തി വാഹിദഹ. അതെ എന്ത് മുഗ്നി പറഞ്ഞ അത് തുഹഫയിൽ അതും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതാ ഖിറാഅത്ത് മാത്രം കരുതുന്നതും പെടൂല. അപ്പോ എന്താണ് ഇത്തിറാദ് പറഞ്ഞപ്പോ അതും കൂടി പെടുത്തി. ഇത്തിറാദ് ഷുമൂലിൽ മത്തിനി ലി ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്തിലാക്കിലേക്ക് മാത്രമാണ് എന്ത് മടങ്ങുക. പിന്നെ ഇത്തിറാദ് വിശദീകരിച്ചപ്പോ അതും പെടുത്തി. ഫലാ യശ്മലു ഖസ്ദൽ ഖിറാഅത്തി വാഹിദഹ. അപ്പൊ ഖിറാഅത്ത് മാത്രം കരുതുന്ന രൂപവും അത് സഹിയാകുന്ന രൂപമാണ്, ബാത്തിലാകാത്ത രൂപമാണ്. നിസ്കാരം ബാത്തിലാവില്ലല്ലോ. വലൽ ഇത്തിലാക്ക, ഇത്തിലാക്കിന്റെ രൂപം അതിനെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്റാളാകുന്നത് യുറദ്ദു, അത് തള്ളപ്പെടും. ബി അന്നഹു ഇദാ ഉരിഫ, എന്താ മറുപടി? അറിയപ്പെട്ടാൽ അന്ന ഖസ്ദഹു മഅൽ ഖിറാഅത്തി, തഫ്ഹീം ഉദ്ദേശിക്കുക, ഖസ്ദഹു തഫ്ഹീം ഉദ്ദേശിക്കുക, മഅൽ ഖിറാഅത്തി ഖിറാഅത്തോട് കൂടെ തഫ്ഹീം ഉദ്ദേശിച്ചാൽ ലാ യദുറു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല, നിസ്കാരത്തിന്റെ സിഹത്തിന് കേടില്ല എന്ന് അറിയപ്പെട്ടാൽ ഫഖസ്ദുഹ വഹദഹ, ആ ഖിറാഅത്ത് മാത്രം കരുതലാകുന്നത് ഔലയാണെന്ന് പറഞ്ഞാൽ ലറർ ഇല്ലാതിരിക്കാൻ, ബാത്തിലാകാതിരിക്കാൻ ഔലയാണ് എന്ന് വന്നു. അപ്പൊ ഔല തരീഖിൽ അത് ഉൾപ്പെടുത്തി. അപ്പൊ ആ ഒരു രൂപത്തിന് അങ്ങനെ മറുപടി പറഞ്ഞു. പിന്നെ മറ്റേതോ ഒബിയന്ന, ഇല്ല എന്നത് എന്തിന്? അത് മറുപടിയാണ്. അപ്പൊ രണ്ട് രൂപം ഉൾപ്പെടുത്തുന്നതല്ലേ ചോദിച്ച. ഒന്നാമത്തെ രൂപം ഉൾപ്പെടുത്തുന്നതിന് മറുപടി ഔലാന്ന് പറഞ്ഞ്, പിന്നെ രണ്ടാമത്തെ രൂപം അതാ ഒബിയന്ന ഇല്ല എന്ന് മത്തിൽ പറഞ്ഞ ഇല്ലേ, അത് തഷ്മലു നഫിയ കുല്ലിമിനൽ മഖ്സിമി വൽ ഖിസ്മി, ഖിസ്മിനെയും മഖ്സിമിനെയും നഫി ചെയ്യുന്നതിനെ ഉൾപ്പെടുത്തും. കമാ തഖററ. അപ്പോ ഇല്ല എന്ന് പറഞ്ഞാല് എന്താണ്? ആ തഫീമിന്റെ കൂടെ ഖിറാഅത്ത് ഉദ്ദേശിക്കാതിരിക്കുക എന്ന പോലെ ആ തഫ്ഹീമും ഉദ്ദേശിക്കാതിരിക്കുക. ഖിറാഅത്ത് ഉദ്ദേശിച്ചില്ല, തഫീമും ഉദ്ദേശിച്ചില്ല, രണ്ടും. പിന്നെ വകാന ഹദാ ഹുവ മൽഹദുൽ മുസന്നിഫ് ഫീ തസ്രീഹിഹി ബിശുമൂലിൽ മത്നി ലിസ്സുവരിൽ അർബഈ, ഇതാണ് മൽഹദ് മുസന്നിഫ് പരിഗണിച്ചത് എന്ന് തോന്നുന്നു. വകാന ഹദാ ഹുവ മൽഹദുൽ മുസന്നിഫ് ഫീ തസ്രീഹി, എവിടെ മുസന്നിഫ് സരീഹാക്കിയിട്ടുണ്ട്. എവിടെ സരീഹാക്കിയത്? ദഖായിഖുൽ മിൻഹാജിൽ സരീഹാക്കിയിട്ടുണ്ട്. എന്ത്? ബിശുമൂലിൽ മത്നി, മത്ന് ഉൾക്കൊള്ളിക്കും എന്നത് സരീഹാക്കിയിട്ടുണ്ട്. എന്തിനെ ഉൾക്കൊള്ളിക്കും? ലിസ്സുവരിൽ അർബഈ, പറഞ്ഞ 4 രൂപവും അത് ദഖായിഖിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബത്തലത്ത്, അപ്പോ ഇല്ല ബത്തലത്ത്, തഫീമിന്റെ കൂടെ ഖിറാഅത്ത് ഉദ്ദേശിച്ചില്ല, അല്ലെ തഫീമും ഉദ്ദേശിച്ചില്ല, ഖിറാഅത്ത് ഉദ്ദേശിച്ചില്ല, മുത്തലക്കാണ് നിസ്കാരം ബാത്തിലാവെന്ന് പറഞ്ഞു. അമ്മാവില്ലൂല, അപ്പൊ ഒന്നാമത്തേൽ, അതായത് വെറും തഫീം ഉദ്ദേശിക്കുന്ന രൂപം അത് ബാത്തിലാകാൻ കാരണം വാളിഹൻ, അത് വാളിഹാണ്. കാരണം എന്ത്? നിസ്കാരത്തിനോട് യോജിച്ചല്ലല്ലോ അത്, അല്ലെ? പിന്നെ അത് ഖുർആനും അല്ല ദിക്റും അല്ല. ഖുർആനും ദിക്റും അല്ലാത്ത നിസ്കാരത്തിൽ ഉച്ചരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അജ്നബിയായ കലാമായി നടത്താം, കലാമുൽ ബഷറായി. അതുകൊണ്ടാണ് വാളിഹി എന്ന് പറഞ്ഞത്. അമ്മാ ഫിസാനിയ അല്ലത്തി ശമിലഹൽ മത്നു കമാ തഖററ, രണ്ടാമത്തെ രൂപം, അതായത് ആ ഇത്തിലാക്കിന്റെ രൂപത്തില് എങ്ങനത്തതാണത്? അതിനുശേഷം മത്തിന് ഉൾക്കൊള്ളിക്കുന്നു, കമാ തഖററ, ഇപ്പൊ നമ്മൾ പറഞ്ഞുറപ്പിച്ചല്ലോ അങ്ങനെ ഉൾക്കൊള്ളിക്കും എന്ന്. വസറഹ ബിഹ, ആ രണ്ടാമത്തേനെ സരീഹാക്കിയിട്ടുണ്ട്. ആഫിദ്, അതായത് സരീഹാക്കി എന്ന് പറഞ്ഞാൽ മത്തിന് ഉൾക്കൊള്ളിക്കുന്നതായി തന്നെ സരീഹാക്കിയിട്ടുണ്ട്. നമുക്ക് മത്തിന് ഉൾക്കൊള്ളിക്കുന്ന 4 രൂപത്തിലായിട്ട് സരീഹാക്കിയിട്ടുണ്ട്. വിദ് ദഖായിക്കിലും വഗൈരിഹ, അതല്ലാത്ത കിതാബിലും. വഖാല മുസന്നിഫ് പറയുകയും ചെയ്തു, ഇന്നഹ നഫീസത്തുൻ, എന്ത്? അത് നഫീസത്താണ്. ഏത്? ഈ രണ്ടാമത്തെ രൂപം. അത് വലിയ എന്താണ്? വലിയ വിലയുള്ള മസലയാ, അമൂല്യമായ മസലയാണ്. ലാ യുസ്തഗ്നാൻ ബയാനി, അത് വിശദീകരിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആ രണ്ടാമത്തെ രൂപത്തിൽ ബാത്തിലാകലാകുന്നത് ഫലിയന്നൽ കരീനത്താന,
അമ്മാഫിസാനിയത്തി എന്നുള്ളതിന്റെ ജവാബ് ഫലിയന്നൽ കരീനത്ത്. അപ്പൊ രണ്ടാമത്തേൽ ബുത്തലാന് വരാൻ കാരണം ഫലിയന്നൽ കരീനത്ത് അൽ മുക്കാരിനത്ത, ചേർന്ന് വന്ന കരീനത്ത്. എന്തിന് ചേർന്ന് വന്നാൽ ഈ സൗഖിൽ ലഫ്ലി, ആ ഖുർആനിന്റെ പദം, അതിന്റെ ആ വചനം കൊണ്ടുവരാൻ, അല്ലെ വേറെ ദിക്റ്, ആ ദിക്റ് കൊണ്ടുവരാൻ, സൗഖ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണല്ലോ. അപ്പൊ അത് കൊണ്ടുവരുന്നതിനോട് ചേർന്ന് വന്ന കരീനത്ത് തസ്രിഫുഹു, ആ കരീനത്ത് ഈ ലഫ്ലിനെ, ആ നെളുമിനെ തിരിക്കുന്നു, ഇലൈഹ, കരീനത്തിലേക്ക് തിരിക്കുന്നു. അപ്പൊ മുത്തലക്ക് അവിടെ ഖിറാഅത്ത് ഉദ്ദേശിക്കാതിരിക്കുമ്പോ പിന്നെന്താകണം? പിന്നെ ഇവൻ സമ്മതം ചോദിച്ചതിന്റെ മറുപടിയിൽ വന്നപ്പോ അപ്പൊ അതിന്റെ മറുപടി ആയിപ്പോ ഖുർആനല്ല. പിന്നെ അങ്ങനെ ആയിപ്പോയി. തസ്രിഫു ഇലൈഹ, കരീനത്തിലേക്ക് മടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന് ആ കരീനത്തിന് വേണ്ടി ഈ വാചകം ഉച്ചരിച്ചാണ്. ഖുർആനോ ദിക്റോ ആയിട്ടല്ല പരിഗണിക്കുന്നത് എന്നർത്ഥം. പിന്നെ അപ്പൊ ആ നേരത്തെ പറഞ്ഞ സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെ, ഫത്തഹിന്റെ അവിടെയും തബ്ലീഗിന്റെ അവിടെയൊക്കെ ഫലായക്കൂനുൽ മഅ്തിയു ബിഹി ഹീനഇദിൻ ഖുർആനം വലാ ദിക്റ. അപ്പൊ ഇവൻ കൊണ്ടുവന്നതാവൂല, അല്ലദീ ഉത്തിയ ബിഹി എന്നർത്ഥം. അത് നദ്മുൽ ഖുർആനോ അല്ലെ ദിക്റുൻ ആഖറോ. ഹീനഇദിൻ എന്ന് പറഞ്ഞാല് ഈ കരീനത്ത് അതിലേക്ക് തിരിക്കുന്ന സമയത്ത് അത് ഖുർആനും ആവൂല ദിക്റും ആവൂല. അല്ലെങ്കിൽ ഹീനഇദിൻ എന്ന് പറഞ്ഞാല് ആ പിന്നെ ഇത്ലാഖിന്റെ സമയത്ത് തഫ്ഹീമിന്റെ കരീനത്തല്ലേ ഉള്ളൂ. അപ്പൊ അത് ഖുർആനും അല്ല ദിക്റും അല്ല. ബൽ യകൂനു ഫി മഅന ബിമഅന മാ ദല്ലത്ത് അലൈഹി തിൽക്കൽ കരീനത്തു. പിന്നെ അതാകും ബിമഅന ഒന്നിന്റെ അർത്ഥത്തിനാകും. ദല്ലത്ത് അലൈഹ, ഒന്നിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. തിൽക്കൽ കരീനത്തു, കരീനത്ത് മിനൽ കലിമാത്തിൽ ആദിയത്തി, ആദിയായ കലിമാത്തുകൾ. പിന്നെ ഒന്ന് അറിയിച്ച ഒന്നെന്താ? സാധാരണ കലിമാത്തുകള്. അപ്പൊ ആ ഒന്നിന്റെ മാനക്കാവും ഈ കരീനത്ത് അറിയിക്കുന്ന. ഏതുപോലെയൊക്കെ അല്ലാഹു അക്ബർ മിനൽ മുബല്ലിഗ്, മുബല്ലിഗ് ഉറക്കച്ചെല്ലുക. ആ മുബല്ലിഗ് ഇമാമാണെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇന്നഹ ഹീനഇദിൻ, ആ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഈ കരീനത്ത് അറിയിച്ച ഒരു സാധാരണ കലാമിന്റെ കലിമത്തിന്റെ മാനക്കാകും എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം അത്. ഇന്നഹ അല്ലാഹു അക്ബർ ഹീനഇദിൻ. ഇങ്ങനെ ഇത്ലാഖിന്റെ സമയത്ത് ബിമാന റകഅൽ ഇമാമൂനാവും. റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് ഇമാമ് അല്ലെങ്കിൽ മുബല്ലിഗ് ഉറക്ക അല്ലാഹു അക്ബർ എന്ന് അറിയുമ്പോഴേ തഫീമ് മാത്രം ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ തഫീമ് ഇവിടെ തഫീമ് ഉദ്ദേശിച്ചില്ല, ദിക്റ് ഉദ്ദേശിച്ചില്ല. രണ്ടും ഉദ്ദേശിക്കാതിരുന്നാൽ ആ കരീനത്ത് എന്താണ്? ഈ അല്ലാഹു അക്ബർ എന്നുള്ളതിന്റെ അർത്ഥം എന്താക്കുന്നു? റകഅൽ ഇമാമു, അല്ലെങ്കിൽ സമീഅല്ലാഹു ലിമൻ ഹമിദാവുമ്പോ ഇഅ്തദലൽ ഇമാമു എന്ന് ഇങ്ങനെയോ അതിന്റെ അർത്ഥം. കമാ യദുല്ലു അലൈഹി തഅലീലുൽ മജ്മൂഇ ബിഖൗലിഹി ലിഅന്നഹു യുശ്ബിഹു കലാമൽ ആദമിയ്യി. അപ്പൊ ഈ പറഞ്ഞത് ദിക്റും ഖുർആനും അല്ല, ആ ഉച്ചരിച്ചത് ഈ കരീനത്ത് ഏതിന്റെ മേലാണോ അറിയിക്കുന്ന ആ ഒന്നിന്റെ മാനക്കാകും. സാധാരണ കലാമ് മിനൽ കലിമാത്തിൽ ആദിയത്തി എന്ന് പറഞ്ഞ മാക്ക് ബയാനാ, അതിന്റെ അർത്ഥത്തിനാകും എന്ന് പറഞ്ഞതിന് തെളിവാണ് കമാ യദുല്ലു അലൈഹി തഅലീലുൽ മജ്മൂഇ. മജ്മൂഇന്റെ തഅലീല് ഇത് ബാത്തിലാകും എന്നതിന് മജ്മൂഇൽ പറഞ്ഞ ഇല്ലത്തെന്താ? ബിഖൗലിഹി, മുസന്നിഫിന്റെ മജ്മൂഇന്റെ ഖൗല് കൊണ്ട്. ലിഅന്നഹു, അതുകൊണ്ട് ഇല്ലത്ത് പറഞ്ഞു എന്നാ. ലിഅന്നഹു, കാരണം ഈ കലാം ഏത് പിന്നെ ഈ പിന്നെ ഖിറാഅത്ത് ഉദ്ദേശിക്കാതെ, തഫീമ് ഉദ്ദേശിക്കാതെ ഇയാൾ പറയുന്നത് യുഷ്ബിഹു കലാമൽ ആദമി, ഈ മനുഷ്യന്മാരുടെ വർത്താനത്തോട് ശിബുള്ളതാണ്. ഖുർആനും അല്ല ദിക്റും അല്ല. ഫത്തലഹ റദ്ദുമാലി ഗൈരി വാഹിദിൻ ഹുനാ. അപ്പൊ ഇങ്ങനെ വിശദീകരിച്ചപ്പോ പലരും എന്ത് ചെയ്ത് ഈ ഇത്ലാഖിന്റെ രൂപം കൊണ്ട് ബാത്തിലാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇതോടുകൂടെ പോയി എന്നാ. ഫത്തലഹ വ്യക്തമായി റദ്ദുമാലി ഗൈരി വാഹിദിൻ ഹുന. ഈ അതും തിരിഞ്ഞു, അതും പോയി. ആ റദ്ദ് വാലിഹായി, അന്നൽ ഔജഹ, ഇതും വാലിഹായി. ഔജഹ് അല്ലാ ഫർക്കില്ല എന്നതും ലാഹിറായി, വാലിഹായി. എന്തിന്റെ ഇടയിൽ ഫർക്കില്ല? ബൈനായി യന്തഹിയൽ ഇമാമു ഫി ഖിറാഅത്തിഹി ലിതിൽക്കൽ ആയത്തി അല്ല. അതായത് ഇമാം ഇങ്ങനെ ഓതി വരുമ്പോഴാ, ഓതി സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്തിഫാക്കായിട്ട് എന്ത് ചെയ്തു? ഇവന് കടക്കാൻ സമ്മതം ചോദിച്ചു. അപ്പൊ ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനീൻ എന്ന് ഇവന്റെ ചോദ്യത്തിന്റെ ഉടനെ ഇവൻ ഉച്ചരിച്ചത്. പക്ഷെ അത് പറയുമ്പോ എന്തില്ല, ഇവൻ ഖിറാഅത്ത് എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ എന്ത് ചെയ്തു? തഫീം അങ്ങ് വിചാരിച്ചു, അല്ലെങ്കിൽ രണ്ടും വിചാരിച്ചില്ല. എന്നാലും നിസ്കാരം ബാത്തിലാവും. അതാ ഇമാം മോദി അവിടെ എത്തുക എത്താതിരിക്കുക എന്ന ഫർക്കില്ല. നിസ്കാരം ബാത്തിലാകുന്ന വിഷയത്തിലും ബാത്തിലാകാത്ത വിഷയത്തിലും
അല്ലേ? ബാത്തിലാകുന്നിടത്ത് ബാത്തിലാകുന്നതിലും രണ്ടായാലും കണക്ക് തന്നെ, ബാത്തിലാകാത്തടത്ത് ബാത്തിലാകാതിരിക്കാൻ രണ്ടായാലും കണക്ക് തന്നെ. പിന്നെ വാല്ല എന്ന് പറഞ്ഞാൽ വാല്ല എന്തഹിയ, അയ്യന്തഹിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മേല് അത്തുഫായിട്ട് വാ അല്ല എന്ന് പറഞ്ഞാൽ വാല്ല എന്തഹിയൽ ഇമാമു ഫി ഖിറാഅത്തിഹി ലിതിൽക്കലായത്തി എന്ന് അതിന്റെ പൂർണ്ണ രൂപം. പിന്നെ ഖിലാഫൻ ലിമാ ബഹസഹു ഫിൽ മജ്മൂഇ, മജ്മൂഇൽ ബഹ്സ് ചെയ്തതിനെതിരായിട്ട് മജ്മൂഇൽ അങ്ങനെ ബഹ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഫർക്കുണ്ട് എന്ന് ബഹ്സ് ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അപ്പോ ആയത്തോതി അവിടെ എത്തിയതാണെങ്കിൽ ലററില്ല എന്ന മജ്മൂഇൽ പറയുന്നത്, അല്ലെങ്കിലാണ് നിസ്കാരം ബാത്തിലാകുന്നത്. അങ്ങനെ ഇല്ല എന്നപ്പോ പറഞ്ഞത്. ഇനി വലാബൈന, ഇതും ബോധ്യപ്പെട്ടു വാലിഹ, എന്ത് ഫർക്കില്ല എന്ന്. വലാബൈനമാ യസ്ലുഹു ലിത്തഖാത്തുബി വമാ ലാ യസ്ലുഹു ലഹു, ഈ ഖുർആന്റെ നളുമും എന്ന പോലെ ദിക്റും ഒക്കെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി തഖാത്തുബിന് പറ്റുന്ന നളുമാകുക, വചനമാകുക, അല്ലാതിരിക്കുക എന്നതും വ്യത്യാസമല്ല. അപ്പൊ ചിലവരങ്ങനെ പറഞ്ഞാൽ തഖാത്തുബിന് പറ്റുന്നത് എന്ത് ചെയ്യുക, ഹിതാബായി ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത്തലാക്കാക്കി പറഞ്ഞാല് ബാത്തിലാവില്ലേ ബാത്തിലാവൂല എന്ന് ചിലവെന്ന് പറഞ്ഞിട്ട് അതും ഫർക്കില്ല. ഖിലാഫൻ ലി ജമ്മി മുത്തഖദ്ദിമീനാന്ന്. ഇനി വഖറജ ബി നളുമിൽ ഖുർആൻ, നളുമുൽ ഖുർആൻ കൊണ്ടുവന്നു എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഖാരിജായി മാലോ അത്താബി കലിമാത്തിൻ, നളുമാവുമ്പോ അങ്ങനെ എന്താണ് ഖുർആനിലുള്ള അതുപോലെ തന്നെ ഉച്ചരിക്കണ്ടേ. അതാ മാലോ അത്താബി കലിമാത്തിൻ ബി കലിമാത്തി മുഫ്രദാത്തിഹാ മിൻഹു, ആ ഖുർആന്റെ അല്ല ബി കലിമാത്തിൻ മുഫ്രദാത്തുഹാ മിൻഹു, കുറച്ച് കലിമത്തുകൾ ഇവൻ ഉച്ചരിച്ചു, അതിന്റെ ഒറ്റപ്പദങ്ങളാകുന്നത് മിൻഹു ഖുർആനിൽ പെട്ടതാണ്. അങ്ങനെ കൊണ്ടുവന്നു. ഏതുപോലെ കയാ ഇബ്രാഹിം, സലാമുൻ, കുൻ എന്നിങ്ങനെ എന്താണ് കലിമാത്ത് അതൊക്കെ കൊണ്ടുവന്നല്ലോ. ഇതിന്റെ ഒറ്റപ്പദങ്ങൾ ഖുർആനിൽ പെട്ടതാണ്. ഫൈൻ വസലഹ ബത്തലത്ത് മുത്തലക്കൻ, അപ്പൊ ഇത് വസല് ചെയ്ത് ഉച്ചരിച്ചു കഴിഞ്ഞാല്, വസല് ചെയ്യാന്ന് പറഞ്ഞാല് യാ ഇബ്രാഹിം സലാമുൻ കുൻ എന്നിങ്ങനെ ആ കൂട്ടിയങ്ങ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്തായി, നിസ്കാരം ബാത്തിലായി എന്നാ. ഇല്ല അങ്ങനെ വസല് ചെയ്തില്ലെങ്കിലോ, പിന്നെ ഫൈൻ വസലഹ ബത്തലത്ത് മുത്തലക്കൻ, വയില്ല ബത്തലത്ത് മുത്തലക്കൻ എന്ന് പറഞ്ഞാല് ആ ഓരോ എന്താണ് കലിമത്ത് കൊണ്ടും അത് ഖുർആനാണെന്ന് കരുതിയാൽ, അതെ കരുതിയാലും ശരി ഇല്ലെങ്കിലും ശരി ബാത്തിലാകുമെന്നാ ഇപ്പൊ പറഞ്ഞത്. വയില്ല ഫല ഇൻഖസദൽ ഖുർആന, അങ്ങനെ വസ്ല് ചെയ്തില്ലെങ്കിൽ ബാത്തിലാവൂല എപ്പോ ഖുർആൻ കരുതിയാല്. പിന്നെ അപ്പോ മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻഖസദൽ ഖുർആന്റെ മുക്കാബില. അപ്പൊ ഖുർആൻ കരുതിയാലും ഇല്ലെങ്കിലും ശരി കൂട്ടി പറഞ്ഞാൽ ബാത്തിലാവും. കൂട്ടി പറയാതെ ഒറ്റ പദങ്ങളായിട്ട് ഉദ്ധരിച്ചു. ആ ഇബ്രാഹിം ഒന്നങ്ങനെ നിർത്തി, പിന്നെ സലാമുൻ അങ്ങനെ ഒന്ന് നിർത്തി, കുൻ. അപ്പൊ വസല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉച്ചാരണത്തിലാണ്. പിന്നെ കുൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിട്ടുവിട്ട് പറഞ്ഞാല് ഖുർആൻ കരുതി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ബാത്തിലാവില്ല. അപ്പൊ ബുഹിസ അന്നഹു ലൗഖസദമായ വസലിഹ ബി കുല്ലി കലിമത്തിൻ അലാ ഹിയാലിഹ അന്നഹ ഖുർആനുൽ ലം തബുത്തല്. അപ്പൊ നേരത്തെ ബത്തലത്ത് മുത്തലക്ക് എന്ന് പറഞ്ഞതിന്റെ മുക്കാബലയത് ബുഹിസ ബഹസിന്റെ അന്നഹു ലൗഖസദമായ വസലിഹ, ഈ കലിമാത്തുകളെ വസല് ചെയ്തു കൂട്ടി ഉച്ചരിച്ചു. എന്നിട്ട് ഉച്ചരിക്കുന്നതോടുകൂടെ ഇവൻ കരുതി, എന്തുകൊണ്ട് കരുതി, ബിക്കുല്ലി കലിമത്തിൻ അലാ ഹിയാലിഹ, ഓരോ കലിമത്ത് കൊണ്ടും അതിന്റെ നേർക്കുനേരെ കരുതിന്ന്. അതായത് യാ ഇബ്രാഹിം എന്നുച്ചരിക്കുമ്പോ അത് കരുതണം, സലാമുൻ എന്നുച്ചരിക്കുമ്പോ അത് കരുതണം, കുന്നുച്ചരിക്കുമ്പോ അപ്പോഴും കരുതണം. അത് അലാ ഹിയാലിഹ, ഓരോന്നിനും കരുതണം. അന്നഹ ഖുർആനുൻ, എന്നാൽ ലം തബുത്തല് ബാത്തിലാവൂല എന്ന് ബഹ്സ് ചെയ്തിട്ടുണ്ട്. തംബീഹുൻ ലാഹിറു കലാമിഹിം അന്നനഹ്വ യാ യഹ്യ ഇലാ ആഖിരിഹി, യാ യഹ്യ ഖുദിൽ കിതാബ, അതാണല്ലോ ഫീമ തഖററ. ഇപ്പൊ നമ്മൾ പറഞ്ഞുറപ്പിച്ചതില് എന്താണ് ആ വിഷയത്തിൽ, അതായത് അത് തഫീമ് മാത്രം ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഇത്തലാക്കാക്കിയാലും നിസ്കാരം ബാത്തിലാവും, ഇല്ലെങ്കിൽ ബാത്തിലാവൂല എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അത് കൽ കിനായത്ത് പോലെയാണ്. യാഹിയ പോലത്തത്, നവദുഖുലാഹാബി സലാമിൻ അതൊക്കെ പോലത്തത് എന്ത് വിഷയത്തിൽ കിനായത്ത് പോലെയാണ്. ഫിഹിത്തിമാലിഹിയൽ മുറാദ വഗൈറഹു,
അത് മുറാദിന് എന്താണ് എഹ്തിമാലുള്ളതാണ്, അതല്ലാത്തതിനും എഹ്തിമാലുള്ളതാണ്. മുറാദ് എന്താ അവിടെ തഫ്ഹീമെന്ന് ഇപ്പം ചോദിച്ചതിന് മറുപടി പറയല്ലേ, കടക്കട്ടെ എന്ന് ചോദിച്ചതിന് എടുക്കട്ടെ എന്ന് ചോദിച്ചതിന് മറുപടിയാണ്. അപ്പൊ ആ മുറാദിനെ എഹ്തിമാലുണ്ട്, അതല്ലാത്തതിനും എഹ്തിമാലുണ്ട്. കിനായത്തായ കലാമുകൾ അങ്ങനല്ലേ, ഇവന്റെ മഖ്സൂദ് എന്താണോ ആ കിനായത്ത് കൊണ്ട് ഇവൻ ഉദ്ദേശിക്കുന്നത് അതിനും എന്ത് എഹ്തിമാലുണ്ടാവും, അല്ലാത്തതിനും എഹ്തിമാലുണ്ടാവും. ഫഹീനൈദിൻ ഫയൂഖദു മിൻ ഖൗലിൽ മത്തിനി, അങ്ങനെ കിനായത്ത് പോലെ ആയതുകൊണ്ട് ആ മത്തിനിന്റെ കൗലിൽ നിന്ന് പിടിക്കപ്പെടും. മഅഹു എന്ന് പറഞ്ഞ കലിമ എന്താണ് കലാമ് എന്താണ് ഇൻ ഖുസിദ മഅഹു എന്നല്ലേ പറഞ്ഞ ആ പിന്നെ ഇൻ ഖസദ മഅഹു ഖിറാഅത്തൻ ലം തബുത്തുൽ, ആ തഫ്ഹീമോട് കൂടെ എന്ന് പറഞ്ഞാൽ മഅഹു എന്ന് പറഞ്ഞതിൽ നിന്ന് അഖ്ദ് ചെയ്യപ്പെടും. അന്നഹു ലാബുദ്ദ മിൻ മുഖാറനത്തി ഖസ്ദിൽ ഖിറാഅത്തി മസലൻ ലിജമീഇൽ ലഫ്ളി. കണ്ടോ, ആ ഖിറാഅത്ത് ആ ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ചേർന്ന് വരണം. അതിന്റെ മുഖാറനത്ത് അനിവാര്യമാണ്. ഖിറാഅത്ത് എന്ന് പറഞ്ഞ മസലൻ അല്ലേ ദിക്ർ അല്ലെ, ലിജമീഇൽ ലഫ്ളി, അതൽ ജമീഉൽ ലഫ്ളിനോടും ഒത്തുവരണം. അപ്പൊ ഖുദിൽ യാ യഹ്യ ഖുദിൽ കിതാബ എന്ന് ഉച്ചരിക്കുകയാണ്, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എന്താകണം, ഇത് ഖിറാഅത്താണ്, ഞാൻ ഓതുകയാണ് എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാകണം. അല്ലാതെ എന്താണ് തുടക്കത്തില് യാ യഹ്യ എന്ന് എന്താണ് ഓതാൻ തുടങ്ങുമ്പോ ഞാൻ ഖിറാഅത്ത് ഉദ്ദേശിക്കുന്നു, ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് വിചാരിച്ചാൽ പോരാ. എന്നാൽ മഅഹു എന്ന് പറഞ്ഞ മഅയ്യത്തുമാണ് ആദ്യം മുതൽ അവസാനം വരെ വേണ്ടേന്നാ. അതവിടെ കിനായത്ത് ആണ് എന്നതിൽ നിന്നും കൂടി പിടിക്കുന്നതാണ്. ലാക്കിൻ നിന്നമായത്ത ജിഹുദാലിക്ക്, അത്ര വേണമെന്നാണ് അതിന് അഖ്ദ് ചെയ്യുന്നത്. പക്ഷെ അത് ന്യായമാകലപ്പോഴാ ആ മഹ്ഖൂദ് ഇൻകുൽനാഫിൽ കിനായത്ത് ബിനദീരിഹി, കിനായത്തിൽ ഇതിന്റെ നദീർ കൊണ്ട് പറഞ്ഞാലേ, കിനായത്തിൽ എന്താകണം ആ ഹഖീഖത്തല്ലാതെ മക്നിയ് എന്താണ് ബിഹിയായ മാന ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉദ്ദേശം വേണം എന്ന് പറഞ്ഞാലാണ്. അമ്മായിദാ ഖുൽനാ ഫിഹാ ബിഅന്നഹു യക്ഫി ഖർനുഹാ ബിഅവ്വലിഹ, ആ കിനായത്തിൽ നമ്മൾ പറഞ്ഞാൽ ബിഅന്നഹു യക്ഫി, ആ ഖസ്ദ് മതിയാകും. ഖർനുഹ പിന്നെ ആ എന്താണ് ഖസ്ദുഹ എന്ന് പറഞ്ഞാല് ആ നിയ്യത്ത്, അതെന്തിനോട്, ആ കിനായത്തിന്റെ അവലിനോട്. ബി അവലിഹ എന്ന് പറഞ്ഞാല് കിനായത്തിന്റെ അവലിനോട് നിയ്യത്ത് അന്വരിച്ചാൽ മതി, ചേർന്ന് വന്നാൽ മതി. കർണുഹ സമയത്തിൽ ഒപ്പം വന്നാൽ മതി എന്ന് നമ്മൾ പറഞ്ഞാൽ, ഔ അയ്യ ജുസീം മിൻഹ, അല്ലെങ്കിൽ ആ കിനായത്തിന്റെ ഏതെങ്കിലും ഒരു ജുസീനോട് ചേർന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഫയഹ്തമിലു അൻ യുഖാല ബിഹി ഹുന, അപ്പൊ അതിവിടെയും പറയാൻ എഹ്തിമാലുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം വയഹ്തമിലുൽ ഫർഖു, കിനായത്തിന്റെയും അത് സംഗതി കിനായത്താണെങ്കിലും കിനായത്തിന്റെ ഇവിടെ അടുക്കൽ ഫർഖു എഹ്തിമാലുണ്ട്. അങ്ങനെ ബിഅന്ന ബഅലൽ ലഫ്ളി സമ്മ അൽ ഖാലിയാൻ മുഖാറനത്തിൻ നിയ്യത്തി ലഹു, അവിടെ എന്ന് പറഞ്ഞാൽ കിനായത്തിന്റെ അവിടെ ലഫ്ലിൽ നിന്നുള്ള ബഅൽ അത് എന്തിനെ തൊട്ട് ഒഴിവാണ്, നിയ്യത്ത് ചേർന്ന് വരിക എന്നതിനെ തൊട്ട് ഒഴിവായ, അതായത് ആ ബഅലിനോട് നിയ്യത്ത് ഉണ്ടായിട്ടില്ല, ലഹു ആ ബഅലിനോട് ചേർന്ന് വരിക എന്നതിന് തൊട്ട് ഒഴിവായ ബഅലുൽ ലഫ്ള് ലാ യഖ്തലി വുഖൂഅൻ വലാ അദ്മഹു, അത് വുഖൂഇനെയും അദ്മിനെയും തേടുന്നില്ല. ലാ യഖ്തലി വുഖൂഅൻ വലാ അദ്മഹു, എന്തിന്റെ വുഖൂഅ്, ഈ കിനായത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണിത്, ഇത് തലാഖിന്റെ ബാബിലെ കിനായത്താ പറയുന്നത്. പിന്നെ തലാഖിന്റെ ബാബിലെ കിനായത്താ പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ ആദ്യം മുതൽ അവസാനം വരെ എന്താണ് തലാഖിന്റെ ഈക്ക ആണ് ഇവൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി പറഞ്ഞാലേ തലാഖ് വാക്കിയാവുള്ളൂ, ഇല്ലേ വാക്കിയാവൂല എന്നുള്ള അവിടെ മസല. അതാ പറഞ്ഞ ലായക്തലി ഉക്കുവാൻ വല അദ്മഹു എന്ന് പറഞ്ഞാല് തലാഖ് വാക്കിയാകലിനെയും തേടുന്നില്ല, വാക്കിയാകാതിരിക്കലിനെയും തേടുന്നില്ല. ബിഖിലാഫിഹി ഹുന, ഇവിടെ അങ്ങനെയല്ല. ഫഇന്നഹു മുബ്തിലുൻ, ഇവിടെ ആ ബഅല് എന്ന് പറഞ്ഞ നിസ്കാരം ബാത്തിലാക്കുമല്ലോ അല്ലേ. അതായത് ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാല് എന്താണ് നിയ്യത്ത് ഖിറാഅത്താണ് എന്നുള്ള നിയ്യത്ത് ഇല്ലാതെ പറഞ്ഞാല് എന്തുവരും, അത് ബാത്തിലാക്കുമല്ലോ. ഫസ്തുരിത്ത മുഖാറനത്തുൽ മാനിഇ,
അപ്പൊ ബാത്തിലാകുന്നതിനുള്ള തടസ്സമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്, ഖിറാഅത്ത് കരുതുക എന്നുള്ളത്. അപ്പോ ആ ഖസ്ദുൽ ഖിറാഅത്ത് എന്ന് പറഞ്ഞ മാനി ചേർന്ന് വരണം. ലി ജമീഇഹി, ഇതിന് ആദ്യം മുതൽ അവസാനം വരെ ചേർന്ന് വരണം. ഹത്താലായ ഖാലി ബിത്താലു ബിബഅലിഹി, ഇതിന്റെ ബഅദ് കൊണ്ട് നിസ്കാരം ബാത്തിലാകാതിരിക്കാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ കിനായത്തില് ആദ്യം മുതൽ അവസാനം വരെ ചേർന്ന് വരണം എന്നില്ല എന്ന് പറഞ്ഞാല് ഇന്നമായത്തജിഹി ഇൻകുൽനാ ഫിൽ കിനായത്തി ബിനലീരിഹിന, അങ്ങനെ പറയുന്നില്ലെങ്കിലും എന്ത് വേണം, തലാഖിന്റെ അവിടുത്തെ കിനായത്തിൽ ഇങ്ങനെ പറയുന്നില്ലെങ്കിലും ഇവിടെ മുഖാർണത്ത് വേണം, എന്നാലേ എന്താവുള്ളൂ നിസ്കാരം ബാത്തിലാകാതിരിക്കൂ. എന്നിട്ട് ഇങ്ങനെ ഇഹ്തിമാലുണ്ട് എന്ന് പറഞ്ഞിട്ട് വഹാദ അഖറബു, ഈ ഫർക്കാണ് അഖറബ് എന്ന് അതിനെ തർജീഹാക്കുകയും ചെയ്തു. എന്നിട്ട് പറയാം ഒബിഹി അൽഹറു ഇത്തിജാഹു മഖ്തലാഹു ഖൗലുൽ മത്നി ഹുന. അപ്പോ ഇതുകൊണ്ട് ലാഹിറായി, ഈ ഫർക്ക് കൊണ്ട് ഇത്തിജാഹു മഖ്തലാഹു ഖൗലുൽ മത്നി, മുത്തനിന്റെ കൗല് തേടുന്ന ഒന്ന് മുത്തജിഹാണ്, അത് ന്യായമാണ്. ഇവിടത്തെ കൗല് മത്തിന്റെ കൗല് മാഹു എന്ന് പറഞ്ഞ് തേടുന്ന ഒന്ന്, അതാണ് ഇവിടെ എന്താണ് ന്യായമായത് എന്ന് പറഞ്ഞാല് ആദ്യം മുതൽ അവസാനം വരെ ഈ എന്താണ് ഓതുന്നു എന്ന ഖുർആന് ഖിറാഅത്ത് എന്ന ആ നിയ്യത്തുണ്ടായിരിക്കണം. ഹിക്കായത്തുഹു അൽ ഖിലാഫ ഫിൽ കിനായത്തി, പിന്നെ മുസന്നിഫ് എന്താക്കി അല്ലെങ്കിൽ മത്തനിന്റെ ഹിക്കായത്ത് ഖിലാഫിനെ ഹിക്കായത്ത് എവിടെ ഫിൽ കിനായത്തി, കിനായത്തിൽ ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ മുഖാറനത്ത് വേണോ വേണ്ടേ എന്നുള്ളതിൽ ഖിലാഫും ഹിക്കായത്ത് ചെയ്തു, അതവിടെ ന്യായമാണ്. ഇതിവിടെ പിന്നെ ഹിക്കായത്ത് ഖിലാഫ് ഹിക്കായത്ത് ചെയ്തില്ല, ഇത് ന്യായമാണ്, കാരണം ഫർക്കാണല്ലോ. പിന്നെ ഫതഅമ്മൽ ദാലിക ഫഇന്നഹു മഗ്ഫലൂഹു, അപ്പൊ ഇത് നേരെ ചിന്തിച്ച് മനസ്സിലാക്കിക്കോ, രണ്ടിന്റെ ഇടയിൽ ഫർക്കുണ്ട്. ഇവിടെ നിസ്കാരം ബാത്തിലാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഉച്ചരിക്കുന്നത് എന്താണോ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത് ഖിറാഅത്താണ് ദിക്റാണ് എന്ന കരുതൽ കൂടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ ബാത്തിലായി പോകും. ഫഇന്നഹു മഗ്ഫലൂഹു, അയിമ്മത്ത് ഇത് അത് എന്താണ് ശ്രദ്ധിച്ചിട്ടില്ല, അവര് ഒഫലത്താക്കിയതാണ്. മഅകൗനിഹി മുഹിമ്മൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അയ്യ മുഹിമ്മൻ, എത്രത്തോളം എന്ത് പ്രധാനപ്പെട്ടതാണ്, എന്നിട്ടും എന്തായിപ്പോയി ഇഗ്ഫാലാക്കി. ഇനി വലാത്തബുത്തുലു ബിദ്ദിക്രി വദ്ദുആഇ, ദിക്റും ദുആയും കൊണ്ട് എന്താണ് നിസ്കാരം ബാത്തിലാവൂല. അൽ ജായിസി, ജായിസായ ദിക്റും ദുആയും കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ലിമശ്റൂഇയ്യത്തിഹിമാ ഫീഹാ, കാരണം എന്താ ദിക്റും ദുആവും അത് നിസ്കാരത്തിൽ മശ്റൂആണല്ലോ, നിയമമാക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് വമിൻ സമ്മ ദുആ ജായിസായ ദുആ ഹറാമായതുണ്ടാവും. ആർക്കെങ്കിലും എതിരിൽ ദ്വാരക്കൽ എന്താണ് അനുവദനീയ അല്ലാത്ത രീതിയിലാവുമ്പോഴേ ഹറാമായതുണ്ടാവും, അതിനാ ജായിസ് എന്ന് പറഞ്ഞു. വമിൻ സമ്മ ലൗഅത്താബിഹിമാ, അപ്പൊ അതുകൊണ്ട് തന്നെ ജായിസ് അല്ലാത്ത ദിക്റും ദുആവും അതിന്റെ ഉദാഹരണം പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ലൗഅത്താബിഹിമാ ദിക്റും ദുആവും കൊണ്ടുവന്നു. അങ്ങനെ ബിൽ അജമിയ്യത്തി, അറബി അല്ലാത്ത ഭാഷയിൽ. ഇഹ്സാനിഹിൽ അറബിയ്യത്ത, ഇവന് അറബി അറിയാം. അഹ്സനൽ അറബിയ്യത്ത എന്ന് പറഞ്ഞാൽ അറബിയിൽ അത് ഓതാൻ അറിയാം, എന്നിട്ട് അതിന്റെ മലയാളം പറഞ്ഞു, അല്ലെ വേറെ ഭാഷ പറഞ്ഞു, ഇംഗ്ലീഷ്. ഔ ലാമായ ഇഹ്സാനിഹി, അല്ലെങ്കിൽ കൊണ്ടുവന്നത് അറബി അറിയാതെയാണ്. അപ്പൊ അറബി അറിയാത്തവൻ എന്താണ് അറബി അല്ലാത്ത കൊണ്ടുവന്ന എങ്ങനെ വഖദ് ഇഖ്തറഅഹുമാ, ഇവനാ ദിക്ർ ദുആനെ ഇഖ്തിറാ ചെയ്തതാണ്, ഇത് വാരിദല്ല എന്നർത്ഥം, മഹ്സൂറല്ല. പിന്നെ അങ്ങനെ ഇഖ്തിറാ ചെയ്തതാണ്. പിന്നെ അങ്ങനെ ഔബി ദുആഇൻ, ഇവൻ സ്വന്തം ഉണ്ടാക്കിയതാണ് എന്നർത്ഥം, ഉണ്ടാക്കിയ ദിക്റും ദുആവുമാണ്. ഔബി ദുആഇൻ, അല്ലെങ്കിൽ ദുആ കൊണ്ടൊന്നും മൻലൂമിൻ, മൻലൂമായ ദുആഇൻ, നെളുമാണ്, ബെയ്ത്താക്കി ദുആയിരുന്നു. അലാമാ ഖാലഹു ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ പറഞ്ഞ അനുസരിച്ച്. അപ്പൊ അറബി തന്നെ ബെയ്ത്താക്കിയിട്ട് ദുആർക്കാൻ പറ്റൂല. പിന്നെ ഔ മുഹറമിൻ, അല്ലെങ്കിൽ ഹറാമായ ദുആ കൊണ്ടുവന്നു, എന്നാൽ ബത്തലത്ത്, ഇതൊന്നും ജായിസല്ല, അപ്പൊ നിസ്കാരം ബാത്തിലാകും. വലൈസ മിൻഹുമ, ഈ ബാത്തിലാകാത്ത ദിക്ർ ദുആയിൽ പെട്ടതല്ല. ദിക്ർ ദുആ കൊണ്ട് ബാത്തിലാവൂല എന്ന് പറഞ്ഞല്ലോ, അതിൽ പെട്ടതല്ല. ഖാലല്ലാഹു തആല കദാ എന്ന് പറയല്. ഒരാള് ഖാലല്ലാഹു തആല കദാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ദിക്ർ എന്ന നിലക്ക് എന്ത് നിസ്കാരം ബാത്തിലാകാതിരിക്കുവോ? അതില്ല. ലിഅന്നഹു മഹ്ദു ഇഖ്ബാരിൻ ലാ സനാഅ ഫീഹി, അതായത് ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞത്
അത് ദിക്റാവോ ഇല്ല എന്നുള്ളതാക്കി. അതാണ് ഖാലല്ലാഹു തആല ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്താണ് പിന്നെ ഖുർആനാണല്ലോ. അപ്പൊ ഈ ഖാലല്ലാഹു തആല എന്താക്കും എന്നുള്ളതാ, അത് നിസ്കാരം ബത്തിലാവും. കാരണം എന്താ, അത് ബറു ഇഖ്ബാറാണ്, അതിൽ സനാ ഇല്ല. സനാ ഉണ്ടെങ്കിൽ ദിക്റാക്കായിരുന്നു, പക്ഷെ അവിടെ സനാ ഇല്ല. ബിഖിലാഫി സദഖല്ലാഹു തആല എന്ന് പറയുന്നതിനെതിരായിട്ട്. സദഖല്ലാഹു തആല എന്ന് പറഞ്ഞാലോ, അതായത് ഇയാള് എന്ത് ഖിറാഅത്ത് തീർന്നപ്പോ സദഖല്ലാന്ന് പറഞ്ഞു, സദഖല്ലാഹു തആല എന്ന് പറഞ്ഞു. അപ്പൊ അത് ദിക്റാണ്, അതുകൊണ്ട് ബാത്തിലാവൂല. അപ്പൊ ഇത് അതിൽ പെട്ടതാണെന്ന് അർത്ഥം. സദഖല്ലാഹു തആല അതിൽ പെട്ടതാണ്, ഖാലല്ലാഹു തആല അതിൽ പെട്ടതല്ല. ഇനി വലൗ ഖറഅ അൽ ഇമാമു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതി ഫഖാലഹൽ മഅ്മൂമു, അപ്പൊ മഅ്മൂമു അത് പറഞ്ഞു. ഇമാം ഓതിയപ്പോ മഅ്മൂം അങ്ങേറ്റോതി. ഫഖാലഹൽ മഅ്മൂമു ഔ ഖാല ഇസ്തഅന്നാ ബില്ലാഹി, പിന്നെ അല്ലെങ്കിൽ ഇസ്തഅന്നാ ബില്ലാഹി എന്ന് പറഞ്ഞു. ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന് പകരം ഇസ്തഅന്നാ ബില്ലാഹി എന്ന് മഅ്മൂമ് പറഞ്ഞു എന്നർത്ഥം. നമ്മൾ അള്ളാഹിനെ കൊണ്ട് സഹായം ചോദിക്കുന്നു. ബത്തലത്ത്, ഈ രണ്ട് രൂപത്തിലും നിസ്കാരം ബാത്തിലാവും. ഇപ്പൊ ഇല്ലം യഖ്സിദ് തിലാവത്തം വലാ ദുആഅൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതുകൊണ്ട് തിലാവത്ത് കരുതിയിട്ടില്ല, എന്ന പോലെ ഇസ്തഅന്നാ ബില്ലാഹി എന്നതുകൊണ്ട് ദുആയും കരുതിയിട്ടില്ല, എന്നാ ബാത്തിലാവും. കമാ ഖാലഹു ഫി തഹ്ഖീഖി വൽ ഫതാവ, നബി ഇമാം റളിയല്ലാഹു അൻഹു തഹ്ഖീഖിലും എന്ന പോലെ ഫത്താവയിലും പറഞ്ഞിട്ടുണ്ട്. വഅത്തമദഹു അക്സറുൽ മുതഅഖിരീൻ, മുതഅഖിരീങ്ങൾ അക്സറും അതന്നെ ഇത്തിമാദ് ചെയ്ത ബാത്തിലാകും. വഇൻ നാസഅ ഫീഹി ഫിൽ മജ്മൂഇ, മജ്മൂഇലും വഗൈരിഹി അതല്ലാത്തതിലും ഇതിനെതിര് പറഞ്ഞിട്ടുണ്ടെങ്കിലും. പിന്നെ അപ്പൊ കിതാബുകൾ, നബി ഇമാമിന്റെ കിതാബുകൾ തമ്മിൽ എതിരായാലും തഹ്ഖീഖ് മുന്തിക്കണം എന്നല്ലേ. അപ്പൊ അതനുസരിച്ച് തന്നെ ഇവിടെ പറഞ്ഞത്, തഹ്ഖീഖുള്ളതിനെ തന്നെ തർജിയാക്കിയത്. പിന്നെ വലായുനാഫീഹി, ഇത് ബാത്തിലാക്കും എന്ന് പറഞ്ഞതിനെതിരല്ല. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക ഇയ്യാക നഅ്ബുദു ഫീ ഖുനൂത്തിൽ വിത്രി, അതുകൊണ്ട് ബാത്തിലാകുന്നില്ലല്ലോ, അവിടെ ഒന്നും കരുതേണ്ട ആവശ്യമില്ല. വലായുനാഫീഹി എന്ന് പറഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞതുകൊണ്ട്, അതായത് മഅ്മൂമു ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഓതി, അല്ലെങ്കിൽ ഇസ്തഅന്നാ ബില്ലാഹി തിലാവത്തും ദുആവും കരുതില്ല ബാത്തിലാവും എന്ന് പറഞ്ഞതിനെതിരല്ല. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക എന്നിങ്ങനെ വിത്തറിന്റെ കുനൂത്തില് ഇയ്യാക നഅ്ബുദു ഇതുണ്ടല്ലോ. അപ്പൊ അവിടെ അതുകൊണ്ട് ബാത്തിലാവോ? ഇല്ല. കാരണം എന്താ, ഇതില ഖരീനത്തെ സമ്മ തസ്രിഫുഹു ഇലൈഹ ബിഖിലാഫിഹി ഹുനാ. അവിടെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിടത്ത് ഇസ്തഅന്നാ ബില്ലാഹി എന്നുള്ളതിനൊക്കെ അതിനെ ഖിറാഅത്തും ദുആവുമാക്കുന്ന ഖരീനത്തില്ലാന്നാ. സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ തസ്രിഫുഹു, ആ ഖരീനത്ത് ഇതിനെ തിരിക്കും. ഏതിനെ? ആ മഅ്മൂമിന്റെ വാക്കിനെ തിരിക്കും. ഇലൈഹ ഖരീനത്തിലേക്ക്. ഖരീനത്ത് എന്താണ്? ദിക്റാണ്, ഖുർആനാണ് എന്നതിലേക്ക് തിരിക്കുന്ന ഒരു ഖരീനത്തില്ല. ബിഖിലാഫിഹി ഹുന, ഇവിടെ കുനൂത്തിന്റെ അവിടെ അങ്ങനെ ഉണ്ട് അല്ലേ. പിന്നെ അത് മശ്റൂആയ കുനൂത്താണല്ലോ. ബിഖിലാഫി ഹുന ഫന്തഫ മാലിൽ അസ്നവി ഹുന. അപ്പൊ ഇമാം അസ്നവി റഹിമഹുല്ലാ ഇതെതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പോയി. ഇനി കളിയത്തുമാ തക്കറ അനി തഹ്ഖീഖ്, നേരത്തെ നമ്മൾ തഹ്ഖീഖിനെ തൊട്ട് പറഞ്ഞതിന്റെ കളിയ, അതായത് അവിടെ ബാത്തിലാവുന്നാണല്ലോ പറഞ്ഞത്. അന്നഹു ലാ അസറ ലി ഖസ്ദി സനാഇ ഹുന, ഇവിടെ സനാ കരുതുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ലാ അസറ എന്ന് പറഞ്ഞാല് ആ ബുത്ലാന് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നർത്ഥം. ബാത്തിലാവുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇസ്തഅന്നാ ബില്ലാഹിന്നോ നസ്തഈനു ബില്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ദിക്റാണ് അല്ലെങ്കിൽ സനാ ആണ് എന്ന് കരുതിയത് കൊണ്ട് ആ കാര്യമില്ല എന്ന് ആ പറഞ്ഞതിന് പിടിക്കാം. പിന്നെ വഖദ് യുവജ്ജഹു, ബാത്തിലാകും എന്ന് പറഞ്ഞെടുത്ത് ആ തിലാവത്തോ ദുആഓ കരുതണം. വെറും സനാ കരുതിയത് കൊണ്ട് കാര്യമില്ല. വഖദ് യുവജ്ജഹു, ആ സനാ കരുതിയത് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് എന്താണ്? ന്യായീകരിക്കാം. ബിഅന്നഹു ഖിലാഫു മൗളൂഇൽ ലഫ്ലി, അതാ ലഫ്ലിന്റെ വളവിനെതിരായ മാനയാണ് സനാ അല്ലെ. വഫീഹി നളറുൻ എന്നങ്ങനെ കളിയ അതാണെന്ന് പറഞ്ഞിട്ട് പറയാം. അതില് നളറുണ്ട്, ഫസാദുണ്ട്. കാരണം എന്താ? ലിഅന്നഹു ബിത്തസ്ലീമി ദാലിക, ബിത്തസ്ലീമി ദാലിക എന്ന് പറഞ്ഞത് ലഫ്ലിന്റെ മൗളൂഇന് എതിരാണ് എന്നത് നമ്മൾ സമ്മതിച്ചാൽ
ലാസിമുല്ലി മൗദൂഇഹി ലിഅന്നഹു ലാസിമുല്ലി മൗദൂഇഹിന ലിഅന്നഹു എന്നുള്ളതിന്റെ ഖബറാണ് ലാസിമുൻ. അത് എന്ത് മൗദൂഉൽ ലഫ്ലിന് എതിരാണെങ്കിൽ തന്നെ മൗദൂഇന് ലാസിമാണ്, അത് മതിയല്ലോ. ഫഹുവ മിസ്ലു കം അഹ്സൻത ഇലയ്യ വഅസൗതു എന്ന് പറയും പോലെയാണ്. അല്ലാഹു തആലയോട് പറയാണ് നമസ്കാരത്തില്, കം അഹ്സൻത ഇലയ്യ, നീ എത്ര നന്മ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, വാസൗതു, ഞാനാണെങ്കിലോ എത്രയോ തിന്മയും ചെയ്തിട്ടുണ്ട്, മഅസിയത്തും ചെയ്തിട്ടുണ്ട്. ഫഇന്നഹു ഗൈറു മുബ്തിലിൻ, കാരണം എന്താ, ഇത് അള്ളാഹിനോട് പറഞ്ഞ ബാത്തിലാവൂല. ലിഫാദത്തിഹി മായസ്തൽസിമുസ്സനാഅ അവിദ്ദുആ, അപ്പൊ അത് ലാസിമാക്കുന്നുണ്ട്. ലിഫാദത്തിഹി ഇത് ഫായിദ ഒപ്പിക്കുന്നുണ്ട്, ഇതൊരാശയം തരുന്നുണ്ട്. എന്താശയം തരുന്നുണ്ട്? ഒരാശയം. യസ്തൽസിമു, ആ ഒരാശയം ലാസിമാക്കുന്നുണ്ട്. എന്തിനെ? സനായിന അല്ലെങ്കിൽ ദുആയിനെ. അപ്പൊ സനാ കരുതിയാലും മദീന ലാസിമായല്ലോ. വഹീന ഇതിൻ യൂഖദു മിൻ ദാലിക, അങ്ങനെയാവുമ്പോ പറഞ്ഞത് പിടിക്കാന്ന്. ഏത് കമ്മഹ്സൻത വാസത്തു എന്ന് പറഞ്ഞത് അതുകൊണ്ട് ബാത്തിലാവൂല എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് പിടിക്കാം. ഹൈനൈദിൻ എന്ന് പറഞ്ഞാല് ലീഫാദത്തിഹി മായസ്തൽസിമുസ്സന അവിദ്ദുആ എന്നതിനാൽ ഇതിന്ന് പിടിക്കാം. അന്നൽ മുറാദ ബിദ്ദിക്രി ഹുന, ഇവിടെ ദിക്ർ കരുതുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? മാ ഖുസിദ ബി വലഇഹി, ഒരു പദാണ്, ഒരു ലഫ്ല്, അതിന്റെ വലഉ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഔ ലാസിമിഹി, അല്ലെങ്കിൽ അതിന്റെ ലാസിമിഹി അൽ ഖരീബി, ഖരീബായ ലാസിമ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അസ്സനാഉ അലല്ലാഹി തആല, അള്ളാന്റെ മേൽ സനായിയല്, അതാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹദം മിമ്മാ മർറ ഫീ നഹ്വി നദിരി വൽ ഇത്ഖി, നദർ ഇത്ഖ് അതുപോലത്തേല് മുമ്പ് കഴിഞ്ഞില്ലേ, അതിൽ നിന്ന് അഹദ് ചെയ്തിട്ട് ഇങ്ങനെയാണ് അത്. അല്ലെങ്കിൽ അതിന്റെ എന്താണ് തനഹനുഹിന്റെ മസല പറഞ്ഞില്ലേ, അതിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. സുമ്മറായി തുമായി സരിഹു ബിദാലിക, അങ്ങനെ അഹദ് ചെയ്യാമെന്നാ ഇപ്പൊ പറഞ്ഞല്ലേ. വഹീന ഇതിന് യൂഖദു മിൻ ദാലിക്കാന്ന് ആ മൗഖൂദ് സരീഹാക്കിയിട്ടുണ്ട് ചിലവര്. സുമ്മറായി തുമായി സരിഹു ബിദാലിക, ഇതിനെ സരീഹാക്കുന്ന ഒരു ഇബാറത്ത് കണ്ടിട്ടുണ്ട്, ഒരു ഇബാറത്ത് കണ്ടിട്ടുണ്ട്. വഹുവ, എന്താണത്? ഇഫ്താഉൽ ജലാലിൽ ബുൽഖീനി, ഷെയ്ഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ അൽ ബുൽഖീനി, ജലാലുദ്ദീൻ അൽ ബുൽഖീനി അല്ലെ, ജലാലുൽ ബുൽഖീനി റഹിമഹുള്ളാന്റെ ഫത്വ. പിന്നെ ഫീമൻ സമിഅ, എന്താണ് കേട്ട ഒരാളെ കുറിച്ച് ഉള്ള അദ്ദേഹത്തിനെ കുറിച്ചാണ് ഫത്വ. അയാളെന്താ കേട്ടത്? ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ എന്ന ആയത്തോന്ന് കേട്ട്. ഫഖാല, അപ്പൊ ഇയാള് പറഞ്ഞു, കേട്ട ആള് പറഞ്ഞ്, ബരീഉം വല്ലാഹി മിൻ ദാലിക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവോ? ബിഅദ്മിൽ ബുത്ലാനി, ബാത്തിലാകുന്നില്ല എന്ന് ജലാലുദ്ദീൻ അൽ ബുൽഖീനി റഹിമഹുള്ളാന്റെ ഫത്വ ഉണ്ട്. അപ്പൊ അത് ഇതിൽ സരീഹാണ്. പിന്നെ അപ്പൊ അത് പിന്നെ സനാ ആണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മൗലൂആയ മാനയല്ല, അതിന്റെ ഖരീബായ ലാസിമായ മാന കൊണ്ടാണ് സനാ ഉദ്ദേശിക്കുന്നത് അല്ലെ. വതബിയഹു ഗൈറുഹു ഫഅഫ്താ ബിഹി, മറ്റുള്ളവര് ജലാലുദ്ദീൻ അൽ ബുൽഖീനി റഹിമഹുള്ളയെ പിൻപറ്റിയിട്ട് ഫത്വ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ബാത്തിലാകുന്നില്ല എന്ന്. ആരെക്കുറിച്ച് ഫത്വ കൊടുത്തു? ഫീമൻ സമിയ, കേട്ട ഒരാളെ കുറിച്ച്. വമാ സാഹിബുക്കും ബിമജ്നൂൻ എന്ന് പറഞ്ഞ ആയത്തോന്ന് കേട്ടു. ഫഖാല, അപ്പൊ ഇയാള് പറഞ്ഞു, ഹാഷാഹു, ഒരിക്കലും അങ്ങനെ മജ്നൂൻ അല്ലേ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരം ബാത്തിലാവോ? ഇല്ലാന്ന് മറ്റുള്ളവരും ഫത്വ കൊടുത്തു. എന്നാൽ ലാഹിറ, എന്നാൽ ലാഹിറ അന്നഹാദ, ഇത് ബാത്തിലാകുന്നില്ല എന്നാണല്ലോ ഇപ്പൊ ഇവർ രണ്ടാളുടെ ഫത്വ ഈ രണ്ടു വിഷയത്തിലും. അത് ഇന്നമായെത്തി, അത് വരും അലൽ ലഈഫി, ലഈഫിന്റെ മേല വരിക. എവിടുത്തെ ലഈഫ്? ഫി ഇസ്തഅന്ന ബില്ലാ എന്ന് പറഞ്ഞതിന്റെ ലഈഫിന്റെ മേല വരിക. അവിടെ ബാത്തിലാവൂല എന്ന് പറഞ്ഞല്ലോ, ബാത്തിലാവും എന്നല്ലേ റാജിഹ് പറഞ്ഞത്. ബാത്തിലാകുന്നില്ല, ഇത്ലാഖാക്കുന്ന സമയത്ത് ബാത്തിലാകുന്നില്ല എന്ന് പറഞ്ഞ ആ ലഈഫിന്റെ മേലെ ഇതും വരുള്ളൂ. ലിഅന്നഹു മിസ്ലുഹു ബിജാമി അന്ന ഫി കുല്ലിൻ ഖരീനത്തൻ തസ്രിഫു ഇലൈഹാ, കാരണം ഈ ഇസ്തഅന്ന ബില്ല പോലെയാണിത്. ഏത്? ഹാഷാഹു എന്ന് പറയുന്നതും ബരീഉം വല്ലാഹി മിൻ ദാലിക എന്ന് പറയുന്നതും. ബിജാമി, അത് അതുപോലെ എന്നുള്ളതിനെന്താ ജാമിയെ
ഇതിനെ ഏതാണ് ഒരുമിച്ച് കൂട്ടുന്നത്? അന്നഫി കുല്ലിൻ, ഈ ഇസ്താന്ന ബില്ലയിലും മറ്റേലും ഉണ്ട് കരീനത്തുണ്ട് തസ്രിഫുഹു, ആ കരീനത്ത് ഈ വാചകത്തെ തിരിക്കും ഇലൈഹ അതിലേക്ക്, അങ്ങനത്തെ ആ കരീനത്തുണ്ട് എന്നാ. അപ്പൊ എന്താവും? ഇത്ലാഖാക്കി പറഞ്ഞാല് അവിടെ എന്തു വരും? നിസ്കാരം ബാത്തിലാകും. ദുആഓ സനാഓ കരുതിയാല് അപ്പൊ ബാത്തിലാക്കൂല എന്ന ആ വിശദീകരണമാണ് വേണ്ടത് എന്നർത്ഥം. പിന്നെ അപ്പൊ കരീനത്ത് എന്ന് പറഞ്ഞാല് അത് ഖുർആനല്ലല്ലോ, ദിക്റു അല്ലല്ലോ. അങ്ങനെ വലൈസ മിൻഹു, എന്നാൽ ഇതിൽ പെട്ടതല്ല. ഏതില്? ഈ ബാത്തിലാകുന്നതിൽ പെട്ടതല്ല. അതായത് ലഈഫിന്റെ മേലെടുത്തിട്ട് ആ ബാത്തിലാകുന്നില്ല എന്ന് ജലാലുദ്ദീൻ അൽ ബുൽഖീനി പറഞ്ഞല്ലോ, അതിൽ ആ ഗണത്തിൽ പെട്ടതല്ല. ഇഫ്താഉ അബീ സുറഅത്ത് റഹിമഹുല്ലാഹ് ബിഅന്ന സദഖല്ലാഹുൽ അലീം അഖിബ സമാഇ ഖിറാഅത്തിൽ ഇമാമി ദിക്റുൻ. അല്ല, ഇമാമിന്റെ ഖിറാഅത്ത് തീർന്ന ഉടനെ എന്ത് ചെയ്തു? മൗമൂമ് സദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൊണ്ട് ബാത്തിലാവുമോ? അത് ലൈഫിന്റെ മേലെടുത്തിട്ട് ബാത്തിലാകുന്നേ പെട്ടതല്ല, റാജിഹിന്റെ മേലെടുത്തിട്ട് തന്നെ ബാത്തിലാകുന്നതാണ് എന്നിരിക്കും. ലാക്കിന്നഹു ബിദ്അത്തുൻ, പക്ഷേ അത് ബിദ്അത്താണ്. പിന്നെ അത് അതിൽ പെട്ടതല്ല എന്ന് പറയാൻ കാരണം എന്താ? ലൈസ മിൻഹു, ലൈഫിന്റെ മേലെടുത്ത് ബാത്തിലാകുന്നതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ റാജിഹിന്റെ മേലെടുത്തിട്ട് തന്നെ ബാത്തിലാകുന്നതിൽ പെട്ടതാണ്. കാരണം അത് പിന്നെ ബിഅന്ന സദഖല്ലാഹുൽ അലീം ദിക്റുൻ എന്ന് പറഞ്ഞു. അപ്പൊ ലാക്കിന്നഹു ബിദ്അത്തുൻ, അത് ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ എന്താവും? അത് റാജിഹിന്റെ മേലെടുത്താൽ തന്നെ എന്താണ്? അത് നിസ്കാരം ബാത്തിലാകുന്നതിൽ പെട്ടതാണ്. അപ്പൊ ലൈസ മിൻഹു എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നത് ഐ ലിഅന്നഹു ലാ യഖ്തസ്സു ബിആയത്തിൻ, അതൊരു ആയത്ത് കൊണ്ട് ഖാസാകുന്നതല്ലല്ലോ. ഒരായത്ത് കൊണ്ട് ഖാസാകുന്നതല്ലാതിരിക്കുമ്പോ ഫലാ കരീനത്താ, അപ്പൊ അതിന് കരീനത്തില്ല. അതിലേക്ക് തിരിക്കുന്ന ഇത് ഈ ആയത്തിന്റെ ബാക്കിയായിട്ടേ അതിലേക്ക് തിരിക്കുന്ന ഒരു ദിക്റാക്കി തിരിക്കുന്ന ഒരു കരീനത്തുണ്ടെങ്കിലല്ലേ ബാത്തിലാകാതിരിക്കുക. അപ്പൊ കരീനത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്ലാഖിൽ ബാത്തിലാകുന്നേ പെട്ടതാണ്, റാജി അനുസരിച്ച് തന്നെ ബാത്തിലാവും എന്നാണ്. പിന്നെ വഫീഹി മാഫീഹി, എന്നാല് ആ പറഞ്ഞതിൽ എന്താണ്? ഫസാദുണ്ട് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് ഫീഹി മാഫീഹി എന്ന് പറഞ്ഞാല് ഷെർവാനി ആ ഇല്ലത്ത് പറഞ്ഞതിൽ എന്താണ്? ഒരായത്ത് കൊണ്ട് ഖാസാകുന്നതല്ല, അപ്പൊ അതുകൊണ്ട് കരീനത്തില്ല, അപ്പൊ അതുകൊണ്ട് റാജി അനുസരിച്ച് തന്നെ ബാത്തിലാവും സദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞാല് പറഞ്ഞത് ശരിയാവൂല എന്നാ. പിന്നെ ഒരായത്ത് കൊണ്ട് ഖാസ് അല്ലെങ്കിൽ ഇവിടെ ഓതി ആയത്തിന്റെ ശേഷം പറയാലോ, അപ്പൊ അത് ദിക്ർ തന്നെയല്ലേ. പിന്നെ നേരത്തെ സദഖല്ലാഹു തആല എന്ന് പറഞ്ഞത് എന്ത്? ഖാലല്ലാഹു തആല പോലെ അല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഓതിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയൽ സുന്നത്താണ്. സദഖല്ലാഹുൽ അലീം വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്ന് പറയൽ ഖിറാഅത്തിന്റെ അവസാനം സുന്നത്തുണ്ട്, മുസ്തഹബാണ് എന്ന് ഉലൂമുൽ ഖുർആന്റെ കിതാബുകളിലുണ്ടല്ലോ. പിന്നെ ഇല്ല അൻ യുഖാത്തബ അല്ല യുഖാത്തിബ, പിന്നെ ആ ദിക്ർ കൊണ്ട് എന്താണ് ബാത്തിലാകൂല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇല്ല അൻ യുഖാത്തിബ, ഇവൻ ആ ദിക്ർ കൊണ്ട് അല്ലെങ്കിൽ അതെ ദുആ കൊണ്ട് ഖിതാബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഖിതാബായിട്ട് ഒരാൾ ദുആയിരുന്നു കൊടുത്താൽ റഹിമക്കല്ലാ എന്നൊരു ഫുലാനോട് അങ്ങ് പറഞ്ഞ് ഗഫറല്ലാഹു ലക എന്ന് പറഞ്ഞ് എന്താ ബാത്തിലാവും? ദിക്റുമൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഖിതാബില്ലെങ്കിലാണ് ബാത്തിലാവൂല എന്ന് പറഞ്ഞത്. ആരെ ഖിതാബ് ചെയ്യാതിരുന്നാല്? ഗൈറല്ലാഹി തആല, അല്ലാഹ് അല്ലാത്ത ആളെ. പിന്നെ ഗൈറ നബിയ്യിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവരെ ഖിതാബ് ചെയ്താൽ ഇത് ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും ബാത്തിലാകും. വലവിന്റെ സമാഇഹി ലിദിക്രിഹി അലൽ വജ്ഹി, അത് ആ ആളെ പറഞ്ഞത് കേട്ടപ്പോഴാണ് ദിക്കെന്ത് ഖിതാബായി പറഞ്ഞത്, എന്നാലും അങ്ങനെ തന്നെ ആളെ പേര് പറഞ്ഞപ്പോഴാണ്. ഖിയാസു മാമറ, അപ്പൊ മുമ്പ് പറഞ്ഞതിന്റെ ഖിയാസ് ബിമാഫിഹി, ആ മാമറയിലൊരു ഫസാദ് ഉണ്ട്, അതവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? മിൻ ഇൽഹാഖ് ഈസാ നബി അലൈഹി സ്വലാമിനെ ചേർക്കും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഖിയാസ് ബിഹി ആരോട് ചേർക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർക്കും എന്ന് പറഞ്ഞതിന്റെ ഖിയാസ് ഇൽഹാഖുഹു ബിഹി
ആ ഈസാ നബി അലൈഹി സ്വലാമിനെ ചേർക്കും, ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർക്കും, കസായിരിൽ അംബിയായി മറ്റംബിയാക്കളെ പോലെ തന്നെ. അപ്പൊ മറ്റേതെങ്കിലും ഒരു നബിയോട് എന്ത് ഖിതാബായി പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാ പറഞ്ഞതിന്റെ ഖിയാസ്. പക്ഷെ ബിമാഫിഹി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ചേർക്കൂല എന്ന് പറഞ്ഞല്ലോ. സല്ലല്ലാഹു അലാ നബിയ്യിന അലൈഹിം വസല്ലമ ഹുന ഇൽഹാഖുഹു ബിഹി കസായിരിൽ അംബിയായി ഹുന, ഇവിടെയും ഇൽഹാഖ് ചെയ്യും എന്നാണ് അതിന്റെ ഖിയാസ്. ഇനി സവാഉം ഫിൽ ഗൈരി, അല്ലാഹ് അല്ലാത്ത ആളോട് ഖിതാബ് എന്ന് പറഞ്ഞാൽ ഖിതാബിൽ ആരൊക്കെ ഉണ്ട്? അൽ മലക്കു, മലക്ക് സമമാണ്. ഷെയ്ത്താനു, ഷെയ്ത്താന്, ലാനക്കല്ലാ എന്ന് ഷെയ്ത്താനോട് പറഞ്ഞാലും മതി, നിസ്കാരം ബാത്തിലാവും. വൽ മയ്യിത്തു, മയ്യത്തും സമമാണ് എന്നല്ല. വൽ ജമാദു, ജമാദും സമാണ്. അലൽ മുഅ്തമദി. ലാക്കിൻ ഉഅ്തുരില ഹംലു ഖൗലിഹി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം ഫി സലാത്തിഹി ലി ഇബ്ലീസ അൽഅനുക ബിലഅനത്തില്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഈ എന്താണ്, ശൈത്താനോട് ഖിതാബ് ഇട്ടാൽ നിസ്കാരം ബാത്തിലാവും പറഞ്ഞതിനെതിരാണല്ലോ അല്ലെ. അപ്പൊ അതിനെ ഹംലി ചെയ്യല് ഇത്റാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാ. അതിനെ എന്തിന്റെ മേൽ ഹംലി ചെയ്യുക? പിന്നെ അലാ അന്നഹു കാന ഖബ്ല തഹരീമിൽ കലാമി, നിസ്കാരത്തില് കലാമ ഹറാമാകുന്നതിന്റെ മുമ്പായിരുന്നു എന്നതിന്റെ മേൽ ഹംലി ചെയ്ത് ഇത്റാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്റാൽ? ബി അന്നഹു, ആ എന്താണ് ഹംല് വരൂല, ലായത്താത്ത ഹംല് ശരിയാകൂല, സൗകര്യമാകൂല. ഇല്ല അലൽ ഖൗലി, ഖൗലിന്റെ മേലെടുത്താൽ ബി അന്ന തഹരീമഹു, ആ കലാമ ഹറാമായത് കാന ബിൽ മദീനത്തി, മദീനയിൽ വെച്ചിട്ടാണ് എന്ന ആ അഭിപ്രായത്തിന്റെ മേലേ വരുള്ളൂ. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2 വട്ടം തഹരീം വന്നിട്ടുണ്ട്. ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്ന് മക്കത്തുനിന്ന് ഹറാമായിട്ടുണ്ട്, മദീനത്തെത്തിയപ്പോൾ തീരെ സംസാരിക്കരുത് എന്നും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേലേ വരുള്ളൂ. കാരണം എന്താ? അന്ന ഖൗലഹു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഹു ഇതിനെ ശൈത്താനോട് പറഞ്ഞത്, ദാലിക ഇതിനെ പറഞ്ഞത്, കാന ബിഹാ, അത് മദീനത്ത് വെച്ചാണ്. അപ്പൊ മക്കത്ത് വെച്ച് സംസാരം ഹറാമായി തന്നെ ഈ ഹംലി ശരിയാവില്ലല്ലോ. അങ്ങനെ ഇത്റാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൗജീബ, ആ ഇത്റാലിന് മറുപടി പറയപ്പെട്ടിട്ടുണ്ട്. ബി അന്നഹു യഹ്തമിലു അന്നഹു ഖുസൂസിയത്തുൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുസൂസിയത്താകാൻ സാധ്യത ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ളവരോട് ഖിതാബ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവൂല എന്നാകാം. ഔ അന്ന ഖൗലഹു ദാലിക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് ദാലിക, അത് പറഞ്ഞത് കാന നഫ്സിയൻ, അത് മനസ്സിൽ പറഞ്ഞതാണ്, ലാ ലഫ്ലിയൻ, നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. നാവ് കൊണ്ട് പറയുമ്പോഴാണല്ലോ എന്ത് നിസ്കാരം ബാത്തിലാകുക. കമാ അശാറയിലൈഹി ഫിൽ മജ്മൂഇ, ആ മറുപടിയിലേക്ക്, രണ്ടാമത്തെ മറുപടിയിലേക്ക് മജ്മൂഇൽ ഇഷാറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 2 മറുപടി പറഞ്ഞെങ്കിലും വറൂഇയ, ഇത് രണ്ടും പരിഗണിക്കപ്പെട്ടു. ഖുസൂസിയത്താണ് അല്ലെങ്കിൽ കലാമ് നഫ്സിയായിരുന്നു എന്നത് പരിഗണിക്കപ്പെട്ടു. അലാ ഖിലാഫിൽ അസ്ലി, അസ്ലിന് എതിരായി പരിഗണിക്കപ്പെട്ടതാണ്. അസ്ലെന്താ? ആ ഖുസൂസിയത്തില്ല എന്നുള്ളതും കലാമ് പറഞ്ഞ് എന്ന് പറയുമ്പോൾ അത് നഫ്സിയാകാതിരിക്കുക എന്നുള്ളതുമാണ് അസ്ല് അല്ലെ. പിന്നെ അപ്പൊ ആ 2 ഇഹ്തിമാൽ ഇല്ല എന്നുള്ളതാണ് അസ്ല്. അതിനെതിരിൽ ഇത് രണ്ടും പരിഗണിക്കപ്പെട്ടു. എന്തുകൊണ്ടാ? ലി ഇത്ലാഖി ഔ ഉമൂമി അദില്ലത്തിൽ ബുത്ലാനി, അത് ബാത്തിലാകും എന്ന് പറഞ്ഞ തെളിവുകൾ ആമാണ് അല്ലെങ്കിൽ മുത്തലക്കാണ്. അതിന് കൈദില്ല. കൈദില്ല എന്ന് പറഞ്ഞാൽ കൈതാക്കിയിട്ട് തഖ്സീസാക്കിയിട്ടില്ല, മുത്തലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും അല്ലെങ്കിലും. അതുപോലെ ഇത്ലാഖാണ് അല്ലെങ്കിൽ ഉമൂമാണ്. വയബുദു തഖീദുഹ, അപ്പൊ അതിനെ കൈതാക്കുക എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ അതിനെ തഖ്സീസാക്കുക എന്ന് പറഞ്ഞ ഉമൂമാണെങ്കിൽ തഖ്സീസ് അല്ലേ വരിക. ബി മുഹത്തമിലിൻ, അപ്പൊ അതൊരു ഇഹ്തിമാല് കൊണ്ട് തഖ്സീസാക്കുക എന്ന് പറഞ്ഞത് പിന്നെ അത് ബഈദാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 മറുപടിയും ശരിയായില്ല എന്നാ. അസ്ലിന് എതിരിലാണ് ഇത് രണ്ടും പറഞ്ഞത്, അത് ശരിയാവൂലല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസിയത്തുണ്ടാണ് എന്ന് പറയണമെങ്കിൽ ഒരു യഖീനായ തെളിവ് വേണം, അല്ലെങ്കിൽ ഒരു മുത്തലക്ക് തെളിവിനെ കൈതാക്കണമെങ്കിൽ ഒരു യഖീനായ തെളിവ് വേണം. അത് രണ്ടും കൂടെ അല്ലല്ലോ, ഇവിടെ ഇഹ്തിമാലല്ലേ ഉള്ളൂ. ഇനി ഖൗലിഹി ആത്തിസിൻ, തുമ്മിയ ആളോട് പറയും പോലെ. ഖിതാബിന് ഉദാഹരണം പറയാ, റഹിമക്കല്ലാന്ന് തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ ആളോട്. ആത്തിസാകണമെങ്കിൽ അൽഹംദുലില്ലാ പറയണ്ടേ, എന്നാലല്ലേ റഹിമക്കല്ലാ എന്താവുള്ളൂ, മശ്റൂ ആവുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളോട് റഹിമക്കല്ലാന്ന് പറഞ്ഞു.
പിന്നെ ലിഅന്നഹു മിൻ കലാമിൽ ആദബിയ്യിൻ ഹൈനൈദിൻ, കാരണം എന്താ, ആ ഖിതാബിടുമ്പോൾ റഹിമക്കല്ല എന്നത് ദിക്റാണ്, ദുആ ആണൊക്കെ ശരിയാ. പക്ഷെ ഖിതാബാകുമ്പോൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംസാരമായി. കഅലൈക്കസ്സലാം എന്ന് പറയും പോലെ, ബിഖിലാഫി റഹിമഹുല്ല വഅലൈഹി, റഹിമഹുല്ല എന്ന് പറയുന്നതിനും വഅലൈഹി എന്ന് പറഞ്ഞാൽ വഅലൈഹിസ്സലാം എന്ന് പറയുന്നതിനെതിരായിട്ട് ലിഅന്നഹു ദുആഉൻ, അപ്പൊ അത് ദുആ ആണ്, കലാമുൽ ആദമിയ്യീൻ അല്ല, അപ്പൊ വാത്തിലാവൂല. ഇനി വയുസന്നു ലി മുസല്ലിൻ, പിന്നെ നിസ്കരിക്കുന്ന ആളുടെ സുന്നത്താണ്. എങ്ങനത്തെ, അയാളെന്താക്കി, അത്തസ അയാൾ തുമ്മി, ഔ സുല്ലിമ അലൈഹി, അല്ലെ ഇയാളുടെ മേലെ സലാം പറയപ്പെട്ടു, ഇയാളെ നിസ്കരിക്കുക, വേറൊരാൾ വന്നിട്ട് സലാം പറഞ്ഞു. ഐ അഹ്മദ, എന്താണ്, ഹംദ് പറയൽ സുന്നത്താണ്. എങ്ങനെ, ബിഹൈസു യുസ്മിഉ നഫ്സഹു, സ്വന്തം ശരീരം കേൾക്കുന്ന അത്ര ഉച്ചത്തിൽ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാം. ഫാത്തിഹ പോകുന്നതിൻ്റെ ഇടക്കാണെങ്കിൽ അവിടെ എന്താവും, മുവാലാത്തും അറിയാം, അത് വേറെ വിഷയം, അത് വേറെ മസലയാണല്ലോ. ഇത് പറയൽ സുന്നത്തുണ്ട്. യറുദ്ദസ്സലാമ, സലാം അടക്കലും സുന്നത്തുണ്ട്. അങ്ങനെ ബിൽ ഇഷാറത്ത് ബിൽ യദി, കയ്യെടുത്തിട്ട് ആംഗ്യം കാണിക്കുക, അവിർ റഹ്സി, അല്ലെങ്കിൽ തലയൊന്ന് അനക്കുക. കയ്യെടുത്ത് ആംഗ്യം കാണിക്കുമ്പോഴും തല അനക്കുമ്പോഴും 3 തുടർച്ചയായ അനക്കം അനങ്ങരുത്. അങ്ങനെ അനങ്ങി പോയാൽ വാത്തിലാവും. സുമ്മ ബഅദ സലാമിഹി, പിന്നെ ഇയാള് സലാം കിട്ടിയതിന് ശേഷം, പിന്നെ നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയതിന് ശേഷം ബിൽ ലഫ്ലി, ലഫ്ല് കൊണ്ട് മടക്കുക. അപ്പോ സലാം പറഞ്ഞവനങ്ങ് പോയിട്ടുണ്ടാവും. അയാൾ വഅലൈക്കും അസ്സലാം എന്ത് ഒന്നോർക്കെ പറയാം, അത്ര തന്നെ. പിന്നെ ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നദ്ബു തശ്മീതി മുസല്ലിൻ അതസ വ ഹമിദ ജഹ്റൻ, മുസല്ലിക്ക് അങ്ങോട്ട് തശ്മീത്ത് പറയാം. ഈ മുസല്ലി തുമ്മി എന്നിട്ട് അയാളെ ഹംദ് പറഞ്ഞു ജഹ്റൻ, അടുത്തുള്ള ആൾ കേൾക്കുന്ന രീതിയിൽ അൽഹംദുലില്ലാ പറഞ്ഞു. എന്നാൽ അയാളോട് എന്ത് ചെയ്യാ, റഹമുക്കല്ലാ എന്ന് പറയൽ സുന്നത്തുണ്ട്. തിരിച്ചയാളെ ഇങ്ങോട്ട് യഹ്ദീക്കുമുള്ള എന്ന് ഖിതാബായി പറഞ്ഞാൽ അയാളെ സ്കാരം ബദലാകും, അത് പറയാൻ പാടില്ല. യഹ്ദീക്കുമുള്ള വയുസ്ലിഹു ബാലക്കും എന്നുള്ളതിന് ഗൈബത്താക്കേണ്ടി വരും ലമീർ. യഹ്ദീഹില്ല വയുസ്ലിഹു ബാലഹു എന്നാക്കിയാൽ കുഴപ്പമില്ല. പിന്നെ അതെ, നിസ്കരിക്കുന്ന ആളുടെ മേലിൽ സലാം പറഞ്ഞു. ഇപ്പൊ ആൾക്കാർ അങ്ങനെയൊക്കെയാണ്, പള്ളിയിൽ ഇങ്ങോട്ട് കയറിയാലോ ഒന്നായിട്ടൊരു സലാമുണ്ട്, ഉറക്കെ പറയാം. അവിടെ ഇരിക്കുന്നുള്ള ദിക്റിയല്ലേ, ഖുർആൻ ഓതേ, നിസ്കരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആരോടെ സലാം പറയാ? അതിൻ്റെ ഇടയ്ക്ക് എന്താണ് സലാം പറയണ്ടെന്നല്ലേ? സലാം പറയൽ സുന്നത്തില്ലല്ലോ. അങ്ങനെ ഇനി വലൗ സക്കത്ത വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ وبارك عليه وعلى آله وصحبه والحمد لله رب العالمين.